അപ്പനമ്മമാരുടെ കുഴിമാടത്തിലിരുന്ന് അവര് കരട മനസ്സിലായി. ബാക്കിയുള്ളവരെന്തിനാണ് ഈ മുതലക്കണ്ണീര് ഒഴുക്കണേ? മരണം എന്നൊക്കെ പറഞ്ഞ സന്തോഷിക്കല്ലേ വേണ്ടത്? മരിച്ചവര് ശവപ്പെട്ടി കിടക്കണ കാണാൻ എന്ത് രസമാ. നല്ല വെള്ളുടുപ്പും നല്ല ഷൂസും ഒക്കെ ഇട്ട് തലയിലും കയ്യിലും ഇങ്ങനെ പൂക്കളൊക്കെ പിടിച്ച്. കാലന്മാർക്ക് അങ്ങനെ തോന്നുന്നു. അതെടി, ഞാൻ കാലനാ, നിന്റെ കാലൻ. മൂക്കി പഞ്ഞിയും വെച്ച് കയ്യില് കുരിശും പിടിച്ച് നീ ശവപ്പെട്ടി കിടക്കണത് ഞാനിങ്ങനെ കാണും. എന്ത് കാണാൻ നീ പോണേ? നീ അവനൊരു കുത്തു കൊടുക്കുന്നില്ലേ? അതൊന്ന് കാണാനാ. അടുക്കളയിൽ വേറെ പണിയൊന്നുമില്ല ചേർത്തിക്ക്. ഉണ്ടേ. എന്നെ അവിടെ പോയേ, ഒരു കിട്ട് കാണാൻ വന്നിരിക്കുന്നു. ഓ, വലിയ ഒരു ഹോം നഴ്സ്. നിന്നെ എന്റെ കൈ കിട്ടും, അന്ന് ഞാൻ എടുത്തോളാം. എന്താ അവിടെ? അയ്യോ, ഇനിയുണ്ടാ? കഴിഞ്ഞില്ലേ? രണ്ടുപേരൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്ക്. എന്തിനാത്? ഇഞ്ചക്ഷൻ എടുക്കാൻ. അയ്യോ, ഇഞ്ചക്ഷൻ വേണ്ട. ഇഞ്ചക്ഷൻ എനിക്ക് പേടിയാ. അതിങ്ങോട്ട് കയ്യിലേക്ക് ഒഴിച്ചോളൂ, ഞാനിങ്ങനെ കുടിച്ചോളാം. ഒന്ന് പറയാമേ അമ്മേ. പിച്ചക്കാരെ പോലെ കരയണ്ട, അതുപോലെ ചെയ്താ മതി. അവന് പേടിയാ. ജാമ്പവന്റെ കാലത്തുള്ള കാറാ, സെപ്റ്റിക് ആയാലോ? അയ്യോ, അത് നേരാ. ഒരു പ്രിവെൻഷൻ എടുക്കുന്നത് നല്ലതല്ലയോ? അല്ലേ ചേച്ചി? അല്ല, അങ്ങനെ പോവല്ലേ. നമുക്ക് 3 പേർ കൂടി എടുക്കണം. ഹോം നേഴ്സേ, സത്യത്തിലെ മനുഷ്യന്മാരുടെ ഹോം നേഴ്സോ മൃഗങ്ങളുടെ ഹോം നേഴ്സോ? എന്തേ? അല്ല, ഈ ആനെ കുത്തണ സൂചിയൊക്കെ എടുത്തിട്ട് കഴുതയ്ക്കും ഇത് തന്നെ മതി. കരയണ എന്തിനാന്ന്? വലിയ വീരശൂര പരാക്രമിയല്ലേ? ഇങ്ങനെ പേടിച്ചാലോ? ആ പാൻസിന് ഹുക്കഴിച്ച. പാൻസ് അഴിക്കാനാ? അയ്യ, അതൊന്നും വേണ്ട. വേണേ ഇവിടെ എടുത്തോ. ബട്ടക്സിൽ ഇഞ്ചക്ഷൻ എടുക്കേണ്ടത്. ബട്ടക്സ് ഒന്നും വേണ്ട, അതൊക്കെ പ്രൈവസിയാ. എന്റെ സ്വന്തം സൂക്ഷിച്ച്. ബട്ടക്സിൽ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് വീട്ടിലെങ്ങാനും പറഞ്ഞ എന്നെ വഴക്ക് പറയും. അതും ഒരു പെണ്ണ്. വേഗാവട്ടെ, ഒന്ന് വേഗാവട്ടെ. മൂക്കി പഞ്ഞിയും വെച്ച് പെട്ടി കെടുത്തല്ലേ? ഇത്രേ ഉള്ളൂ? പോരാ, എന്നാ എന്നാ. ഒന്ന് തിരുമ്മി തരുമോ? അയ്യടാ, തിരുമാൻ പറ്റിയൊരു സ്ഥലം. ഞാൻ വേണമെങ്കിലേ കിക്കിളി ചേർത്തി പറഞ്ഞു വിടാം. നിന്റെ അപ്പനെ കെട്ടിക്കാനാ? ഞാൻ തന്നെ തിരുമ്മിക്കോളാം. എന്റെ അമ്മേ, ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചതിന് കുത്തിക്കൊല്ലണം. മുത്തുകൂടെയും ചൂടിയിരിക്കുക. ഇപ്പൊ എങ്ങനെയുണ്ട്? വേദനയുണ്ടോ? നല്ല സുഖമുണ്ട്. വാതിലിന്റെ ഇടയിൽ വിരല് പെട്ടാ നല്ല സുഖ. കിക്കിലെടുത്ത് വെറുതെ ഇരിക്കുമ്പോ വാതിലിന്റെ ഇടയിൽ വിരൽ വെച്ചിട്ട് വലിച്ചടക്ക്. സുഖമുണ്ടോ? വിരലല്ല, നിന്റെ നാക്കായിരുന്നു പെടേണ്ടിയിരുന്നത്. എന്തായത്? കട്ട്ലേറ്റ്. സ്പൂണില്ലേ? ഇല്ല, ഞാൻ ചവച്ചിട്ടേ നിന്റെ വായ്ക്കകത്ത് വെച്ച് തരാം. അയ്യേ, ഹോർലിക്സ് ഇല്ലേ? ചവിട്ടി കുഴച്ചോണ്ടിരിക്കുക, എടുത്തോണ്ട് വരാം. ഹോർലിക്സ് ചവിട്ടി കുഴക്കേ? എന്നെ ആക്കിയതാ. കാൽച്ചുവട്ടില് മണ്ണില്ലല്ലോടാ. പുല്ല് മതിയാ? മുടിയാതെന്നാ മുടിയെടുക്ക. എപ്പടി എടുക്കൂടാ? അടുത്ത് നിന്ന് സന്ദേഹം വരുമേ. ஐடியா அந்த மரத்தை பாத்தியா? ആ മരോടുത്ത് അവന്റെ തലക്കിട്ടടിക്ക. அந்த மரத்து மேலே ஏறியா அவனுக்கு பின்னாடி எத்திடும். അപ്പൊ നിനക്ക് ബുദ്ധിയുണ്ട്. അപ്പൊ നിനക്ക് ബുദ്ധിയുണ്ട്. വാ. என் காட்டு தேவியே, നീ കേറക്കൂടാது. നീ പോയല്ല മണ്ടത്തരം കാണിക്ക. എന്നെ പോലെയാണോ? ഈ അടയ്ക്കാൻ വരാൻ തേക്കാണെന്നാ തോന്നണ. നീ കയറിക്കോ. ഇല്ല, നീ കയറിക്കോ. ഉനക്ക് തന്നെ മരത്തിലേറെ പഴക്കം. எனக்கு புத்தி இல்ல. நீ புத்தி வச்சு ஏறு ஏறு. ஐடியா. ஆசானே,
இந்த தளப்பு காலில போட்டா உங்களுக்கு ஈஸியா ஏறலாம். ഇതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇരിക്കട്ടെ, ഒരു സേഫ്റ്റിക്ക്. ശരി, നിന്റെ ഏറ് ഏറ്, ധൈര്യമായി ഏറ്. മായാണ്ടി, നിനക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞ ആരാടാ? കട്ട്ലറ്റ് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടോ? ഉണ്ടെങ്കി അല്ല, വലിയ കുക്കാണെന്ന് കേട്ടു. എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലായോ എന്നറിയാൻ ചോദിച്ചതാ. ഞാൻ ആദ്യമായിട്ടല്ല കട്ട്ലറ്റ് തിന്നണേ. പക്ഷേ ഇതാദ്യമായിട്ടായിരിക്കും. ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് കട്ട്ലറ്റിനെ കുറിച്ച് എന്നെ പഠിപ്പിക്കുക. ദേ നാക്കത്ത് ഇങ്ങനെ ഒന്ന് തൊട്ടാ മതി, ഏത് കട്ട്ലറ്റ് എന്ന് സോമം പറയും. അപ്പൊ ഇതിനു മുമ്പ് പൂച്ച കട്ട്ലറ്റ് തിന്നിട്ടുണ്ടോ? ആ, ഞാൻ ആ പൂച്ചയെ തട്ടി കട്ട്ലറ്റ് ആക്കി പ്ലേറ്റിലാക്കി. താനിപ്പോ അത് വയറ്റിലുമാക്കി. കർത്താവ് അതിന്റെ വായിന്ന് പോയതാണോ? കുണ്ടിയെല്ലാം പോച്ച്. എന്താ ചേട്ടാ ഇത്? എപ്പോ വിളിച്ചാലും പരിധിക്ക് പുറത്ത് മാത്രം പറയുന്നത്. വേറെ ആരും വിളിച്ചിട്ട് കംപ്ലൈന്റ് ഇല്ലല്ല. നീ വല്ല പെമ്പിളരെയൊക്കെ വിളിച്ചത് അല്ലേ? അത് പറ. അപ്പൊ ടെലിഫോൺകാർക്ക് വരെ മനസ്സിലായ മോനെ നിങ്ങളുടെ പെരുമാറ്റം പരിധി വിട്ടതാണെന്ന്. അതുകൊണ്ട് മുന്നറിയിപ്പ് നൽകുകയാണ്, നിങ്ങൾ പരിധിക്ക് പുറത്താണ്, നിങ്ങൾ പരിധിക്ക് പുറത്താണ്. മനസ്സിലായില്ലേ? ഒരു സാധു വ്യത്യാസം ഇന്നലത്തെ വല്ല ആണോ? തോന്നിയാസം പറയരുത്. ഇന്നലെ ഞായറാഴ്ചയായിട്ട് ഈ ക്യാൻറ്റീൻ മാത്രമല്ല ലോകത്തൊരു ക്യാൻറ്റീൻ തുറക്കൂല. അപ്പൊ ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ. നിന്റെ അപ്പം വന്നുണ്ടോ പിന്നെക്കോ? അപ്പൊ ഇത് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ആഴ്ച ഒന്നും എനിക്ക് ഓർമ്മയില്ല. അല്ലെങ്കിൽ തന്നെ ഉണ്ടംപുരിക്കൊക്കെ എന്താ ആഴ്ച? പക്ഷെ ഒരു കാര്യം ഉറപ്പ് തരാം, ഇത് തിന്നാ ആരും ചാവൂല. അതെന്റെ ഉറപ്പ്. എന്റെ ഉറപ്പോ? അതെന്തുറപ്പ്? അല്ല, ഈ ടി വിയിലെ പരസ്യത്തിൽ മോഹൻലാലിന്റെ ഉറപ്പ് നിനക്ക് ഉറപ്പില്ലേ? എടാ, ഒരു ഉണ്ടംപുരിക്ക് ഞാൻ ഉറപ്പ് 100 രൂപ. ഒരു 10 ഉണ്ടംപുരി പൊതിഞ്ഞെടുത്തോ, വീട്ടിൽ കൊണ്ടുപോകാനാ? വീട്ടിലെ പിള്ളേർക്ക് കൊടുക്കാനായിരിക്കും. ഈ വീടിന്റെ പരിസരത്തൊക്കെ പട്ടികളുടെ ഭയങ്കര ശല്യോ. പട്ടികളെ എടുത്ത് കൊല്ലാനാ. ആ പട്ടികളെ അല്ല, നിങ്ങൾ നിങ്ങൾ വന്നേ, നിങ്ങൾ വാടാ. എന്തിനാ? വില തുച്ഛം ഗുണം മെച്ചം. ആരും അറിയാതെ റൂമിൽ വെച്ച് പ്രാക്ടീസ് ചെയ്തു. നന്നായി ബാസ്കറ്റ് ചെയ്യാൻ പഠിച്ചതിന് ശേഷം പ്രേമം പറഞ്ഞാൽ മതി. മീശ പോവില്ല. പിന്നെ വാടകയോ ഒരു ദിവസത്തേക്ക് 5 രൂപ മാത്രം. ഓൺലി 5 rupees. ഇതെന്താടത് മീമ്പല്ലേ? അപ്പ അറിഞ്ഞില്ലേ, ഇവനാ സ്മിതയോട് ഇഷ്കി ഇഷ്കി പേര് പേര്. അതുകൊണ്ട് ഇവൻ തോറ്റാ പകുതി മീശ പോവും. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനാ. പ്രേമോ ആണോടാ? അവക്ക് നിന്നോട് ഇഷ്ടമുണ്ടോ? ഉണ്ട്. അവളുടെ ഫ്രണ്ട്സിനെ പഠിച്ചിട്ട് ആ കുട്ടി എന്നോട് പറയാത്തതാ. എങ്കിൽ അവളോട് ആരും ഇല്ലാത്ത നേരത്തെ നിന്റെ ഇഷ്ടം പറഞ്ഞാൽ മതി. പറഞ്ഞ എടാ, നിന്നോട് യഥാർത്ഥ ഇഷ്ടമുണ്ടെങ്കിൽ ആ കുട്ടി ഈ വിവരം ആരോടും പറയില്ല. ഇവൻ അങ്ങനൊക്കെ പറയോട്ടാ. പകുതി മീശ പോയ നിനക്കാ മോശക്കേട്. ഇയാളുടെ മീശ പോയത് എങ്ങനെയാണ്? ഞങ്ങക്ക് പാരമ്പര്യമായിട്ട് മീശയിലില്ല. ഞങ്ങളുടെ വീട്ടുകാരൻ അങ്ങനല്ലേ, മീശയില്ല പറമ്പില്ല. ഈ അഡ്രസ്സിൽ കത്ത് വിട്ടോക്ക്, കിട്ടും നോക്കല്ലോ. പിന്നെ ജീവിതത്തിൽ റിസ്ക് എടുക്കുന്നവനെ എന്തെങ്കിലും നേടും. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. നിങ്ങളൊന്ന് ഞാൻ നിക്ക് റിസ്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കാര്യം ഓർത്തത്. നീ കഴിഞ്ഞ ആഴ്ച പനി പിടിച്ചപ്പോ ഒരു പാക്കറ്റ് റിസ്ക് വാങ്ങിച്ചിരുന്നു. അതിന്റെ കാശ് തന്നിട്ടില്ല. ചായ നിനക്കറിയില്ല, ഞാൻ ഈ ക്യാൻറ്റീന്ന് സാധനം കഴിക്കാറില്ലെന്ന്. മനുഷ്യന്മാരെ കൊല്ലാനായിട്ടൊരു സാധനം വന്നേക്കുന്നു. മനുഷ്യന്മാരെ കൊല്ലുന്ന സാധനം എനിക്ക് തന്നെ.
ഉണ്ണിയേട്ടൻ വന്നു. ഓർക്കാപ്പുറത്തല്ല അമ്മ ലീവ് കിട്ടിയത്, അതുകൊണ്ട് ഒരുപാടൊന്നും വാങ്ങാൻ പറ്റിയില്ല. ഇതാ അമ്മയ്ക്ക് ഷുഗറും പ്രഷറും നോക്കാൻ, പിന്നെ നിനക്ക് മിഠായി, ഓടി CD. ഏട്ടാ എടാ എന്റെ അമ്മോ, ഇവനെ കണ്ടാലിപ്പോ എന്റെ ഏട്ടനെന്ന് പറയൂലോ അമ്മേ. ഇത് പഴയ അളവാ, നിനക്ക് പാകാവൂന്നറിയില്ല. നീ പിടിച്ചേ. എന്താ? ചുമ്മാ ഒന്നുമില്ല. നീ എന്റെ ഷോൾഡേഴ്സ് നോക്കി. ഏട്ടാ ഇത് ജീൻസ് അല്ലേ? ഓ ജീൻസ് ആണോ? എന്നാ വേസ്റ്റ് നോക്കിയോ. ഞാൻ നിനക്ക് വേറൊരു സാധനം കൊണ്ടുവന്നുണ്ട്. നമ്മുടെ അനിയത്തി. ഇവളല്ല, അപ്പുറത്തെ. ആരാ? ഏയ് നിക്കവിടെ. നീ ഏതാ? നീ എവിടത്തെയാ? ചെവി ഇട്ടൂടെ? സംസാരിക്കില്ലേ? ആ വീട്ടില്. അതെന്റെ വീടല്ലേ? ഏട്ടാ നമ്മുടെ പുതിയ വാടകക്കാരാ. ഓ നല്ല കൂട്ടരാ, നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള കുട്ടിയാ. പേര് ഗോപിക. അയ്യേ എനിക്ക് പെങ്ങളെ പോലെയാ. അയ്യോ പെങ്ങളെ പോലെയാണോ? അപ്പൊ നിനക്ക് ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ സിസ്റ്റേഴ്സ് ആണല്ലേ? നിനക്ക് ഇന്ത്യയിൽ നിന്ന് പെണ്ണ് കിട്ടാൻ പറ്റില്ലല്ലോ. ഒന്ന് പോയടാ. നമുക്ക് ഇറ്റലിയിൽ നിന്ന് ഒരു ജെറ്റിലെ തപ്പാം. ഗോപികയുടെ അച്ഛൻ്റെ അടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. അതിന് ഉണ്ണിയുടെ അഭിപ്രായം കൂടെ അറിയണ്ടേ? കല്യാണ കാര്യം പറയുമ്പോ അവൻ എന്തെങ്കിലും പറഞ്ഞൊഴിയും, നോക്കിക്കോ. പെണ്ണ് കാണൽ ചടങ്ങാണെന്ന് ഉണ്ണിയേട്ടൻ്റെ അടുത്ത് ഇപ്പൊ പറയണ്ട. അമ്മേ ഗോപി ഉണ്ണിയേട്ടന് ഇഷ്ടം ഉറപ്പാ. എന്താടാ അവിടെ ഒരു ഗൂഢാലോചന? ഞങ്ങള് നിന്റെ കാര്യം അതെ അതെ, പറയായിരുന്നു. ഞങ്ങൾ ഏട്ടന്റെ കാര്യം പറയായിരുന്നു. എന്താ മേ? ഉണ്ണിയേട്ടൻ ഇവിടെ വന്നിട്ട് ഔട്ട് ഹൗസിൽ താമസിക്കുന്നവരെന്ന് പരിചയപ്പെട്ടോ. അങ്ങോട്ടൊന്ന് കേറി ചെന്നു. ദുബായ്ക്കാരന്റെ പത്രാസം അവര് വിചാരിച്ചിട്ടുണ്ടാവും. മോശമായ ഭാരതി. എന്നാ ഇപ്പൊ തന്നെ കണ്ടിട്ട് എന്താ എന്താ എന്താ? ഈ രാത്രിയിലോ? രാത്രി എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. അവിടെ പ്രായമായ ഒരു പെൺകുട്ടിയില്ലേ? ഞാനത് ഓർത്തില്ല. ഞാൻ ആ ഞെരിഞ്ഞില് പോലത്തെ അപ്പൂപ്പനെ കുറിച്ച് ഓർത്തത്. വാ, രാവിലെ പോയാ മതി. മതി. എന്തായി കാണിക്കണേ? അങ്ങോട്ട് തിരിഞ്ഞു തന്നെ. എന്തിനാ എന്നെ ഇങ്ങനെ കെട്ടിച്ചമിക്കണേ? ഞാൻ എന്താ കല്യാണ ചക്കനാ? ദുബായ്ക്കാരനല്ലേ, ജാടയ്ക്ക് ഒട്ടും കുറവ് വരുത്തണ്ട. മാത്രമല്ല അവിടെ ഒരു സുന്ദരി പെൺകുട്ടിയില്ലേ ഏട്ടാ? ഞാനെന്താ പെൺകുട്ടിയെ പെണ്ണ് കാണാൻ പോവാണോ? നിനക്കെന്താ പറ്റിയത്? നിനക്കെന്താ പറ്റിയത്? ഒന്നുമില്ല. പിന്നെ എനിക്കെന്താ പറ്റിയത്? അമ്മേ പോവാം. വെറും കൈയോടെയാണോ പോന്നേ? ഞാനത് ഓർത്തില്ല. അങ്ങർക്ക് സന്തോഷായിക്കോട്ടെ. സ്കോച്ചും സിഗരറ്റും അയാൾക്കൊന്നും ഇഷ്ടമല്ലെന്നേ. പിന്നെ ദേ, ഇത് കൊടുത്താ മതി. എന്താ ഇത്? നീ കൊണ്ടുവന്ന സാരി. അവിടെ ഒരു പെങ്കൊച്ചില്ലേടാ. ഇതെന്താ പുടവെടുക്കൽ ചടങ്ങാണോ? ഹലോ അപ്പൂപ്പൻ. നമസ്കാരം. നമസ്കാരം. അപ്പൊ ആളെ മനസ്സിലായി? ഇന്നലെ മുഴുവൻ വൈദ്യന്റെ അടുത്തായിരുന്നു, അതുകൊണ്ട് പരിചയപ്പെടാൻ പറ്റിയില്ല. ഒരു സാരിയാ? എനിക്കോ? അല്ല ഗോപിക്കാ. നേരിട്ട് കൊടുത്തോളൂ. ഇരിക്കൂ ഇരിക്കൂ. ഏയ് വീശു. നല്ല അസ്ഥല് സാധനം കൊണ്ടുവന്നുണ്ട്. സ്കോച്ചാ. എടാ നീ എടുത്തോണ്ടേ. ചുമ്മാ ആളെ കെട്ടറിഞ്ഞൂടെ അടിക്കുന്നു? അല്ല, ഞാൻ മരുന്ന് കഴിച്ചോണ്ടിരിക്കുക, പറ്റത്തില്ല. അത് പറ. എന്തായാലും കേശം വൈദ്യരുടെ അടുത്ത് വന്നത് അത് വളരെ നന്നായി. ഒരു 2-3 മാസം കഴിയുമ്പോഴേക്കും അസുഖമൊക്കെ മാറി ആൾ കുട്ടപ്പച്ചണ്ടാവില്ലേ? അല്ല ഈ ഭക്ഷണക്രമമൊക്കെ? ചായ. ചായ മാത്രോ? ഈ നാട്ടുമരുന്നൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ചായ? അതല്ല, ആ ചായയുടെ കാര്യ പറഞ്ഞത്. ഒറ്റ മോളല്ലേ? അതെ. കെട്ടിച്ചതാണോ? അല്ല കെട്ടിച്ചില്ലേ നമുക്ക് ആലോചിക്കാന്ന്. എന്തായാലും കുട്ടികളെ ഇങ്ങനെ പുര നിറച്ച് നിർത്തരുത്, എനിക്കിഷ്ടല്ല. ഇങ്ങോട്ട് വന്നേടി മോളെ. അതങ്ങോട്ട് വെച്ചേ, എന്നിട്ട് അങ്ങോട്ട് പിടിച്ചേ. സാരിയാ. ചെറുക്കിനെ നമുക്ക് ഈ നാട്ടിൽ തന്നെ നോക്കിയാലോ? ഹൈ നാണായോ? സർക്കാർ ഉദ്യോഗസ്ഥൻ വേണോ ബിസിനസ്സുകാരൻ വേണോ? ഹൈ ഞാൻ തപ്പിയെടുക്കാന്ന്. ചിക്കിളി എന്ത് കൊടുക്കും? എനിക്കൊരു കാര്യം സംസാരിക്കാൻ. വലിയ വലിയ ആൾക്കാർ സംസാരിക്കുമ്പോൾ അത്യാവശ്യ കാര്യം. ഇവന്റെ
കോച്ചം കൊടുത്തു വിടാട്ടോ. ചികിത്സ തീരുമ്പോ ആളുണ്ടാവണമെങ്കിൽ തങ്ങാലോ. പക്ഷെ എന്താണിത്, സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകണോ? എന്തായടാ? എന്റെ അമ്മ ഏട്ടനെ കൊണ്ട് ഞാൻ തോറ്റു. അവിടെ ചെന്നിരുന്ന് ചോദിക്കാ ഈ പെണ്ണിനെ കെട്ടിച്ചതാണോന്ന്. അയ്യോ, ഇത് കുഴപ്പമായോ? അവളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ട്രാജഡീസ്? ഐ മീൻ ഡിവോഴ്സ്, വിഡോ, സംതിങ് ലൈക്ക് ദാറ്റ്? എനി ഫ്ലാഷ് ബാക്ക്? ഒരു ഫ്ലാഷ് ബാക്കും ഇല്ല. പിന്നെന്താ? മോനേടാ, ആ വീട്ടുകാരെ നിനക്ക് ഇഷ്ടായോ? പറയാതിരിക്കാൻ പറ്റില്ലമ്മേ, നല്ല തറവാടികളാ. സാധാരണ ഞങ്ങൾ ദുബായ്ക്കാരോട് ചോദിക്കുന്ന സ്ഥിരം ചോദ്യം ചോദിച്ചില്ല, എന്ത് ചോദ്യം? എപ്പോഴാ തിരിച്ചു പോണേന്ന്. ആ പെണ്ണെങ്ങനെയുണ്ട്? നിന്നെ പോലെ അല്ല, നല്ല അടക്കമൊതുക്കമുള്ള കുട്ടിയാ. കാണാനോ? കാണാനും കൊള്ളാം, മിടിക്കുക, നല്ല സുന്ദര കുട്ടിയാ. അപ്പൊ ഏട്ടൻ ആ പെണ്ണിനെ പിടിച്ചേ. അയ്യോ, ഞാൻ പിടിച്ചിട്ടൊന്നുമില്ല, ഞാൻ തൊട്ടോട്ട് കൂടിയില്ല. എന്റെ അമ്മേ, എടാ മഹാഭാവം പറയരുത് കേട്ടോ. ഞങ്ങളെ ഏട്ടനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയതാ. എടീ. അയ്യേ. അപ്പൊ അമ്മേ, ഇപ്പൊ കഴിഞ്ഞ എന്റെ പെണ്ണാണല്ലോ. ആ, ഒശോ, ഞാൻ ആ മൈപ്പിനെ അമ്മേ ഇനി പിടിച്ച പിടിയലങ്ങ് കെട്ടിച്ചു വിട്ടോട്ടാ. അമ്മേ. ഇനി നീ ഒന്നും പറയണ്ട. ഈ കല്യാണം ഞാൻ ഉടനെ നടത്താൻ പോകും. എന്ത് രസമല്ലേ. ഇത് ഏത് ഹോട്ടലാ? ഹോട്ടലല്ല, സെക്രട്ടേറിയറ്റാ. ഓ, ഇതാണോ? രാമേ, ഒരു ബസ്സിന്റെ മുകളിൽ വേറെ ബസ്. അയ്യോ, അത് ഡബിൾ ഡെക്കറാ. അതെനിക്കറിയാം. എന്ത് കാണാ നീട്ടി പിടിച്ചിരിക്കാൻ തലേ ഉത്തരാ. തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് തന്നെ അല്ല, ഇതും കൂടി കൂട്ടിയിട്ട് ആദ്യമായിട്ടാ. കണ്ടപ്പോഴേ തോന്നി. ഞാൻ വരണം വന്നാലും കോരന് കുമ്പലയുടെ കഞ്ഞി അമ്മയുടെ പച്ച കള്ളാണ്. എത്ര? 40 രൂപ. വാ. ഇവൻ ആരടാ കാലത്തെ കുറ്റി തട്ടി എവിടെ നിന്നാ വരണത്? ബ്ലോക്ക് ചെയ്യാൻ ഇതെന്താ ബ്ലോക്ക് ഓഫീസാ? പിന്നെ താൻ വേറെ എവിടെയും പൊക്കോ. ഇവിടെ ഇല്ല, വിളിക്കണ്ടെന്ന്. ഇവിടെ റൂമില്ല, താൻ തന്റെ പണി നോക്കണം. അല്ല, ഞങ്ങൾക്കൊരു മുറിയൊന്ന് സഹായിക്കൂ. നിങ്ങൾ കപ്പള? അയ്യേ, ഞങ്ങൾ അത്രക്കാരൊന്നുമില്ല, ഇതെന്റെ ഭാര്യ. അത് തന്നെയാണ് മിസ്റ്റർ ചോദിച്ചത്. വാടകയൊക്കെ തരേണ്ടി വരും. അത് തരാം. എത്രയാവും? ഡബിൾ റൂമിന് 150 രൂപ. അയ്യോ, ഡബിള് വേണ്ട, സിംഗിള് ഞങ്ങൾ ഡബിൾ ആക്കിക്കൊള്ളാം. താക്കോല് എഴുത. ഓ. ആ ഇറും അത്ര ശരിയായിട്ടില്ല. ഇതെന്താണോ അക്ഷരമാല എഴുതി പഠിക്കാം? താനെന്താ മനുഷ്യനെ കളിയാക്ക? അല്ല, എഴുതാൻ പറഞ്ഞപ്പോ എന്ത് എഴുതണമെന്ന് പറഞ്ഞില്ല. മതി മതി, താൻ തന്നെ പേരും അഡ്രസ് എഴുതണോ? മനുഷ്യനെ മനക്കെടുത്താൻ ഓരോരുത്തർമാര് വരും. ചന്ദ്ര. സുന്ദരനാ? തന്നെ അല്ല, സുന്ദര. ഓ ഓ, ചന്ദ്ര. സുന്ദരേട്ടാ, ഇവിടെ വേറെ നല്ല ലോഡ്ജ് ഒന്നും കിട്ടില്ലേ? എന്താ, നിനക്കിവിടെ ഇഷ്ടായില്ലേ? ആ ഓട്ടോക്കാരൻ പറഞ്ഞ് കേട്ടില്ലേ, നസീറും ജയനും അടൂർവാസിയും EMS ഒക്കെ ആദ്യ കാലത്ത് താമസിച്ചിരുന്ന ലോഡ്ജായത്. അവരൊക്കെ മരിച്ചു പോയില്ലേ? ഇവിടെ ഇരിക്കുന്ന ഓരോ ഉണ്ടക്കണ്ണന്മാരുടെ നോട്ടവും ചിരിയും എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് പട്ടണം ശരിയാവില്ലെന്ന്. നമുക്ക് നമ്മുടെ നാടും വീടും നമ്മുടെ റേഷൻ കടയും പഴയ സൈക്കിൾ. എനിക്കിവിടെ ഇഷ്ടമായി. എന്നെ എന്തിനാ വിളിച്ചേ? നിന്നെ പെണ്ണ് കാണാൻ. ഇവരെ കൊണ്ട് റൂമിലാക്കടാ. ഈ നസീർ താമസിച്ചിരുന്ന മുറിയതാണ്. ഏത് നസീർ? നമ്മുടെ സിനിമാ നടൻ പ്രേം നസീർ. ഓ, അതേ തന്നെയാ ഈ കിടക്കാർ അങ്ങനെ കടന്നിരുന്നു. ആണോ? അതേ വിരിയും അതേ തലയണി. ഇതൊന്നും കഴുകാറില്ല. ഓ, അയ്യോ, വേണ്ടായിരുന്നു. അതല്ല, ഇത് വെച്ചോളൂ. തൊണ്ടയിൽ കിച്ച് കിച്ചിന് ഏറ്റവും നല്ലതാണ് വീക്സ്. ഒരു എടുക്കട്ടെ. എവിടെ വന്നടാ? പോടാ. നീ പോടാ. ഞാൻ പോയ നീ ഇവിടെ താമസിക്കും. മനുഷ്യന്റെ വില കളയാനായിട്ട് പ്രേംനസീർ കിടന്ന് കെട്ടില്ല. കേറി കിടക്ക്, മനസ്സമാധാനം ആവട്ടെ. എന്താ ഇത്? നസീർ സാർ ഇങ്ങനെയായിരുന്നു. എങ്ങനെ? മണ്ടിപ്പെണ്ണ്, ഒരുപാട് ദേഷ്യപ്പെട്ടാൽ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച് ഒരുമ്മ തരും. ഉമ്മ ഉമ്മ ഉമ്മ. ഈ സുന്ദരേട്ടന് വട്ട. ഞാനും വരട്ടെയോ നിന്റെ കൂടെ? വേണ്ട. ജയം കളിക്കുന്നു.
തോന്നി ദിവസം കാണിക്കുന്നടാ. ഒരാളെ ഒറ്റക്കിടിക്കണ ഒന്ന് പറയാ. അയ്യോ എന്താ കാര്യം? പട്ടാപ്പകലും ബാത്റൂമിൽ ഒളിഞ്ഞു നോക്കണം. എവനെ നേരത്തെ നോക്കി വെച്ചതാ. അതാണ് കാര്യം. അകത്ത് ബാത്റൂമിനകത്ത് എന്റെ ഭാര്യയാണ്. ഭാര്യയുടെ കുളി ഒളിഞ്ഞു നോക്കുന്നു. വൃത്തികെട്ടവനെ. അതെ, ഞാൻ ശരിക്കും ഭർത്താവാണ്. താലി വൈഫിന്റെ കഴുത്തിലായി പോയി. അല്ലെങ്കിൽ ഞാൻ കാണിച്ചാ ചേട്ടാ. ഇവരെ പോലുള്ള ഏതെങ്കിലും തെണ്ടുകൾ ഇതിലൂടെ എത്തി നോക്കിയാൽ കാണുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കില്ല. ഒന്നുമില്ല, ഇവര് ഫ്രണ്ട്സ് ആവാൻ വേണ്ടി വന്നാ. പിന്നെന്താ അയ്യോ അയ്യോ എന്ന് കേട്ടത്? അത് ഞാൻ ഹലോ ഹലോ എന്ന് പറഞ്ഞ പരിചയപ്പെടാനുള്ള സന്തോഷത്തിൽ ഈ ചേട്ടൻ എന്നെ കെട്ടിപ്പിടിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അതിനുവേണ്ടി കൈ ഇങ്ങനെ പൊക്കുമ്പോഴാണ് നീ വന്നത് അല്ലേ? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ തന്നെ എനിക്ക് നന്ദിയുണ്ട്. എല്ലാരും ഹാപ്പി അല്ലേ? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ മോന് ഹാപ്പി അല്ലേ? നീ അകത്ത് കയറിക്കോ. എന്റെ വൃത്തി ഏട്ടനെന്താ പതുങ്ങി നോക്കുന്നത്? പോലീസ്. അയാൾ ആ ഗോപികയുടെ അടുത്ത ബന്ധുവാ. ഈശ്വര, എങ്ങനെ ഒരു ബന്ധം ഓർക്കുണ്ടായിരുന്നു? അതെന്താ ഉണ്ടായാലും? അല്ല, ഒരു വല്ലാത്ത വൃത്തികെട്ട രൂപമല്ലേ? അമ്മങ്ങോട്ട് മാറിക്കാ പെട്ടി ഒന്ന് പെട്ടെന്ന് പൊടിക്കോട്ടെ. ഇത്രയും വലിയ തറവാട്ടിന്ന് ഇത്രയും നല്ല ചെറുക്കന്റെ ആലോചന, അതും ദുബായിക്കാരന്റെ. വല്യേട്ടൻ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ നിന്റെ ഭാഗ്യമായിട്ടാ ഞാൻ കരുതിയത്. എന്നിട്ടിപ്പോ നിന്റെ ഭാഗത്ത് നിന്ന് കല്യാണം വേണ്ടാന്ന് പറയാൻ എന്താ കാരണം? ഇനി നിനക്ക് ആരോടെങ്കിലും പ്രേമം പറ്റുകൊണ്ടോടി? പിന്നെന്താ പ്രശ്നം? വല്യേട്ടന് എന്തെങ്കിലും സംഭവിച്ച പിന്നെ നിനക്ക് ആരാ ഉള്ളത്? നീ എതിരൊന്നും പറയണ്ട. ഇത് നിന്റെ ഭാഗ്യമായിട്ട് കരുതിയാ മതി. വല്യേട്ടനാണെങ്കിൽ ഉറപ്പിച്ചോ, ബാക്കി ഞാൻ ഏറ്റു. എന്തായാലും ചെറുക്കൻ പോണ ദിവസം വന്നത് നന്നായി. ഉണ്ണിയൊന്ന് കാണാലോ. വല്യേട്ടാ, ഞാനൊന്ന് ഉണ്ണിയെ പരിചയപ്പെട്ടിട്ട് വരാം. ഏട്ടാ, എല്ലാം എടുത്തിട്ടുണ്ടോ? ഒന്നും മറന്നില്ലല്ലോ? ഒന്നും മറന്നിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് ഈ സ്ഥലം എടുത്ത് ഇതുവഴി വണ്ടി കയറിക്കോ. മോളെ എല്ലാം ഓക്കെ അല്ലേ? അമ്മേ, സമയമായി അമ്മേ. അമ്മ ഞാൻ ഇറങ്ങട്ടോ. എന്തേത്? ഇത്തിരി അച്ചാറും പലഹാരങ്ങളും. എന്റെ അമ്മ ഈ സാധനങ്ങളൊന്നും അങ്ങോട്ട് കൊണ്ടാൻ പറ്റില്ല. അവിടുന്ന് തരുന്ന ഫുഡല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ? ആരോ ബെല്ലടിക്കുന്നുണ്ടല്ലോ. അല്ല ഹലോ, അവിടെ നിന്നേ നിന്നേ. അത് പിച്ചക്കാരാണ്, പിച്ചക്കാരൻ. ഞാൻ 10 രൂപ കൊടുത്തപ്പോ 100 രൂപ വേണമെന്ന്. ഗൾഫുകാരുടെ ഒരു അവസ്ഥ നീ എടാ, അവൻ അവിടെ നിന്ന് അടിക്കട്ടെ. നമ്മുടെ മസിൽ അടിക്കുന്ന പിച്ചക്കാരാണോ? നീ ഇങ്ങോട്ട് വന്നേ, പെട്ടെന്ന് വാ. സാധനങ്ങൾ എടുത്തിട്ട് വേഗം വണ്ടിയിലേക്ക് എടുത്തു വെച്ചേ. അമ്മേ, ആളനക്കും ഇല്ലല്ലോ. ചിലപ്പോ എയർപോർട്ടിൽ പോയി കാണും. എങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോ കാണാം. പോട്ടെ. ഫ്രണ്ട് സീറ്റ് വെക്കണേ. വേഗം എടുത്തു വെക്കേ. അയാള് പോയി. പൊറോട്ട എടുത്ത്. അയാള് വരുന്നു. എന്താ ഓ, എന്തൊരു ചൂടാണത്, ഭയങ്കര ചൂട്. ഞാൻ ഒന്നുകൂടി കുളിച്ചിട്ട് വരട്ടെ. നാട്ടുവെള്ളത്തിൽ ഒന്ന് കുളിക്കണമെങ്കിൽ എത്ര നാൾ കഴിയണം? ദുബായ് കിട്ടുന്ന വെള്ളമുള്ളടാ. ഡീസൽ അല്ലേ? ഡീസൽ. ഞാൻ വിചാരിച്ചു പോയി കാണുമെന്ന്. നീ എന്റെ ഗോപിയേക്ക് ചേർന്ന ചെറുക്കൻ തന്നെ. അയ്യോ, ഞാൻ ഉണ്ണിയല്ല, ഉണ്ണി എന്റെ ഏട്ടനാ. ഉണ്ണി എവിടെ ഒന്നും കണ്ടില്ലല്ലോ. ഉണ്ണിയേട്ടാ, എന്താടാ? ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. അയ്യോ, ഈ സമയത്താ? ഉണ്ണി കുളിക്കല്ലേ? കുളിച്ചോണ്ടിരിക്കുക. ആരാടത്? ദിവാകരൻ, അപ്പുറത്തെ വീട്ടിലെ ഗോപിയുടെ കൊച്ചച്ഛൻ. ഭാവിയിൽ ഉണ്ണിയുടെ ഒരു ബന്ധുവായിട്ട് വരും. ജയിലറാ. അതെയാ? ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടി വന്നതാ. മുഖം കാണിക്കാൻ ഞാനെന്താ രാജാവാ? ഓ, ഫലിതപ്രിയൻ. നമ്മള് തമ്മിൽ കാണേണ്ട കാര്യം പറഞ്ഞത്. ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? ഞാൻ സോപ്പ് വെച്ചോണ്ടിരിക്കുക, അതുകൊണ്ട് കേട്ടത് മാറിപ്പോയതാ. വരുന്ന വഴിക്ക് കണ്ടുന്ന്. ഓ, അങ്ങനെ. ഓ, പിന്നെ പോയിട്ട് ഇത്ര ധൃതി ഉണ്ടായിരുന്നു. 12:30 ട്രെയിൻ. പെട്ടെന്ന് ഇറങ്ങുവോ? ഏയ്, വൈകും വൈകും. ട്രെയിൻ മിസ്സാക്കണ്ട, വേഗം പുറപ്പെട്ടോളൂ. നമുക്ക് നാളെ അവിടെ വെച്ച് കാണാം. അവിടെ വെച്ചോ? നാളെ? എവിടെ വെച്ച്?
സോപ്പ് വാങ്ങി പോയതായിട്ട് പറഞ്ഞത് മാറി പോയതാ. അടുത്ത വരവിന് ഇവിടെ വെച്ച് കാണാമെന്ന്. ആ ശരി ശരി, എങ്കിൽ ഞാൻ ഇറങ്ങുന്നു. ആ ഇങ്ങോട്ടെന്ന് വെച്ചാ പൊക്കോളൂ. ഞാൻ ഈ ഗ്ലാസ് എടുത്തോട്ടെ. ഗ്ലാസ്സാ? ഗ്ലാസ്സിലെ ചായ കളഞ്ഞിട്ട് അമ്മയോട് വെച്ചിട്ട് എടുത്തോളൂ. അയ്യോ, ഞാൻ ഈ കൂളിംഗ് ഗ്ലാസിന്റെ കാര്യം പറഞ്ഞത്. കൂളിംഗ് ഗ്ലാസോ ചില്ല് ഗ്ലാസോ ഇനി അപ്പുറത്തെ സ്കൂളിലെ ക്ലാസ്സോ എന്താന്ന് വെച്ചാൽ വേഗം എടുത്തിട്ട് വേഗം പൊക്കോളൂ. ട്രെയിൻ മിസ്സാവും. ആ ഓ. ആ ഇനി ദുബായിക്കാരുടെ വീട്ടിൽ വന്നിട്ട് ഒന്നും തന്നില്ല എന്ന് വേണ്ട. അപ്പോ ഞാനങ്ങോട്ട് പൊക്കോളൂ. ബൈ ബൈ. ആ ഇതാര്? പണ്ടോർക്കലം വെച്ചിരിക്കണ എന്റെ ക്ലാസ്സാടാ. സത്യത്തിൽ ഇയാള് പോലീസ് അതോ കുള്ളനാ കള്ളനാ? നീ നാട്ടിലൊക്കെ പോയൊന്ന് മിനിങ്ങിയിട്ടുണ്ടല്ലോടാ പരമശിവം. അത് സാറി ഗ്ലാസ് വെച്ച് നോക്കിട്ട് തോന്നണതാ. പരോള് കഴിഞ്ഞു വന്നപ്പോ നീ എനിക്കെന്താ കൊണ്ടുവന്നേ? വെച്ചാലിണങ്ങാത്തൊരു കൂളിംഗ് ഗ്ലാസ് തന്നില്ലേ? ഇവനാ? ഇത് ദുബായിലുള്ള എന്റെ ഒരു ഫ്രണ്ട് തന്നതാ. ഫ്രണ്ടോ? ആ ഫ്രണ്ട് എന്ന് പറഞ്ഞ ക്ലോസ് ഫ്രണ്ട്. ആ കക്ഷിയെ കൊണ്ട് എന്റെ വലിയേട്ടന്റെ മോളെ കെട്ടിക്കാൻ പോവാ. ചെറുക്കന്റെ സ്വഭാവമൊക്കെ അന്വേഷിച്ചിട്ട് പോരെ കല്യാണം? ഇല്ല പരമശിവ. ഞാൻ ആരാ? പോലീസാ. അപ്പൊ ആ സംശയവും തീർന്നു. ചെക്കനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എടുത്തു. ആണാ? അവന് 24 ക്യാരറ്റാ. എന്റെ വ്യാകുല മാതാവ് എന്നെ കൊല്ലു. ചുമ്മാ ഇരുടാ. ഇത് കണ്ടാ? ഇതവന് ദുബായിക്കുള്ള കത്താ. എന്തിനാ ഇപ്പൊ കത്ത്? കാര്യം അങ്ങോട്ട് നേരിട്ട് പറഞ്ഞൂടെ? അതിനും ദുബായിക്ക് പോയില്ലേ? അവൻ ദുബായിലെത്തി. ഇത് വെറും ഒരു കത്ത് മാത്രമല്ല, ഒരു ലിസ്റ്റ് കൂടെ ഉണ്ട്. ഒരു DVD, ഒരു TV, ഒരു മൊബൈൽ, അങ്ങനെ ചിന്ന ചിന്ന സാധനങ്ങള്. പോലീസ് അല്ലേ മോനെ, ഓസിന് കിട്ടിയാ വിടുവാ. കാശിനൊക്കെ ഇപ്പൊ എന്താ വില? ടൈറ്റാ. ചിന്നാടൻ ബാബുവിനെ ആശുപത്രിയിലാക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ഏമാർക്ക് വീശിന്നാണല്ലോ കേട്ടത്. പോടാ പോടാ. അത് ശരി. അപ്പൊ അതാണ് അവനോട് കാണാത്തത്. സാറേ. എന്താടാ? നീ എവിടേക്കാ? എന്താടാ? എനിക്കൊരു രഹസ്യം പറയാനുണ്ടായിരുന്നു. ഞാനിപ്പോ പരോളിന് നാട്ടിൽ പോയി. അതെ, വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ കണ്ടു. ആള് പറയാ ജയിലിൽ നടക്കുന്ന അഴിമതികളെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് അവര് രഹസ്യമായിട്ട് സ്ക്വാഡിനെ ഇവിടെ ഇറക്കിയിട്ടുണ്ടെന്ന്. ഇവിടെ? ആ, കള്ളത്തരത്തിൽ ചിലരെ ആശുപത്രി കിടത്താൻ കൂട്ടി നിൽക്കുന്നവരൊക്കെ പിടിച്ച് അകത്തിടും അത്രേ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറ് സൂക്ഷിക്കണം കേട്ടോ. ആ പിന്നെ ഞാനിത് പറഞ്ഞു ആരോടും പറയരുത്. നമ്മുടെ ഡോക്ടറുടെയും സൂപ്രണ്ട് സാറിന്റെയും പണി പോകുന്ന എനിക്കിത് കാണണം. അവരും കുറച്ചുനാൾ തിന്നട്ടേന്നുണ്ടാ. എന്താ സാർ? ഉണ്ടേ കൊണ്ട് പോയതാ. ആരെ? ഒന്നുമില്ല. നീ 100 പേര് എണ്ണി തീരുന്നതിന് മുമ്പ് ചിന്നാടൻ ബാബു സെല്ലിലുണ്ടാവും. ചുമ്മാ എണ്ണടോ. 1 2 3. സത്യമാണോടൂ? അതെ സാർ. എന്താ കണക്ക് തെറ്റിക്കുന്ന? ഇത് വേറെ കണക്കാണ് സാറേ. ഈ എന്റെ കണക്ക് തെറ്റി. ഞാൻ എവിടെ നിർത്തിയത്? നീ നിർത്തിയതല്ല 85 മുതൽ ഞാൻ ഇവിടെ നിൽക്കാം. 85 86. ഞാൻ എവിടെ നിർത്തിയത്? 25. 27 28 95 96 97 98 99 100. ഹായ്, എവിടെയായിരുന്നു? എവിടേക്ക് അന്വേഷിച്ചെന്നറിയാമോ? പത്രത്തിൽ കൊടുക്കാൻ പോയതാ. എന്താടാ നീ സൂക്ഷിച്ചോ? ഓ എടാ ചിന്നടാ, വാളയാർ പരമശിവത്തിന് സെൻട്രൽ ജയിലിനുള്ളിൽ കാശറിയേണ്ട കാര്യമില്ല നിന്നിവിടെ തിരിച്ചെത്തിക്കാൻ. ബുദ്ധിമതി, വെറും ബുദ്ധി. നീയല്ലേ പറഞ്ഞത് എന്നെ ഇവിടെ ഇട്ട് കൊല്ലൂന്ന്? എന്നിട്ട് ഞാൻ പരോളിന് പോയി തിരിച്ചു വന്നപ്പോ നീ ആശുപത്രി പോയി കിടന്ന പിന്നെ എന്നെ ആര് കൊല്ലും? ഇവൻ എന്നെ മൂടോട്ടാക്കി അടങ്ങുള്ളൂ. മതി മതി, പോയി റെസ്റ്റ് എടുക്ക. നിന്റെ ആരാടാ ദുബായിലുള്ളത്? ഇടക്കിടക്ക് കത്ത് വരുന്നുണ്ടല്ലോ. നമുക്കുണ്ട് സാറേ ദുബായിലൊക്കെ ഫ്രണ്ട്സുകള്. എനിക്കും ഉണ്ടപ്പോ നിനക്കും ഉണ്ട് ദുബായിൽ ഫ്രണ്ട്സ്. എനിക്കാരുമില്ല. നിന്നോട് ചോദിച്ചില്ല? അല്ല, ചോദിച്ചാൽ തന്നെ പറയാൻ ആരുമില്ലെന്ന് പറഞ്ഞതാ. 2 കത്തോ? ഫ്രം ദിവാകരൻ, ജയിലർ, സെൻട്രൽ ജയിൽ. ഇതൊന്നും നിനക്ക് ദുബായിലൊക്കെ അയച്ച കത്തല്ലേ? എന്തൊന്ന് എഴുതി വെച്ചേക്കണാവോ? എന്തായാലും ഒന്ന് നോക്കിയേക്കാം.
പ്രിയപ്പെട്ട എൻ്റെ ഉണ്ണിക്ക് ഞാൻ ഗോപികയുടെ കൊരങ്ങച്ചൻ കൊച്ചച്ചൻ ജയിലർ ദിവാകരൻ എഴുതുന്ന സ്നേഹത്തോടെയുള്ള കുത്ത്. കുത്തോ? ഈ ജയിലിലെ ശീലം വെച്ച് എഴുതിയായിരിക്കും കുത്തേ. കുത്തും കത്തും തിരിച്ചറിയാത്ത നമ്മൾ തമ്മിൽ നേരിട്ട് പരിചയമില്ലെങ്കിലും എനിക്ക് ഗിഫ്റ്റായിട്ട് DVD, TV, മൊബൈല് ഇതൊക്കെ അയാളുടെ അപ്പനോടൊന്ന് വയ്ക്കട്ടെ. ബാലുവിന്റെ കത്ത. ബാലുവിന് SS സെലക്ഷൻ കിട്ടി. അവൻ ട്രെയിനിങ്ങിന് ചേർന്നു. ബെസ്റ്റ് ആദ്യത്തെ പോസ്റ്റിംഗ് ഈ ജയിലിലും ആയിരിക്കണം. അയ്യോ, അങ്ങനെയൊക്കെ സംഭവിക്കൂ? പറയാൻ പറ്റില്ല, നിന്റെ ബെസ്റ്റ് ടൈം അല്ലേ, ചിലപ്പോ അങ്ങനെ സംഭവിച്ചേക്കാം. ചുമ്മാ ഇരടാ, മനുഷ്യനോട് പൈലോ ഒന്ന് ടെൻഷൻ അടിക്കുമ്പോൾ അവൻ്റെ ഒരു തമാശ. എന്നാ നീ ഒരു മറുപടി എഴുത്, നിന്റെ ശിക്ഷ കഴിഞ്ഞിട്ട് ജോലിക്ക് കയറിയാ മതി. എടാ മണ്ട, ഒരു കത്ത് ഞാൻ എഴുതിയാലും വീട്ടിൽ നിന്ന് എഴുതിയാലും കയ്യിലെത്താൻ ഒരു മാസം എടുക്കും. ദുബായിലുള്ള എന്റെ ഫ്രണ്ട് കാസമിന്റെ പണിയാ കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അയച്ചോണ്ടിരിക്കുന്നത്. ഇത് ഞാൻ എഴുതിയ കത്താണല്ലോ. ചേട്ടാ, ഈ കത്ത് എങ്ങനെ ഇവിടെ വന്ന്? സാർ ആരും നോക്കണത്? ഇത് കണ്ട, ഞാനിത് ദുബായിക്ക് എഴുതിയ കത്ത. ഇതെങ്ങനെ ഇവിടെ വന്നു? ഇനി ആ പോകുന്ന വിമാനത്തിൽ നിന്നെങ്ങാനും വിടതായിരിക്കോ? ആ വിമാനത്തിന് ഓട്ടയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇത് ആര് പൊട്ടിച്ചോ? അല്ല, ഈ പൈലറ്റുമാര് വെറുതെ ഇരിക്കുമ്പോ എങ്ങനെ വായിച്ചു? റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത തെണ്ടികൾ, അന്യരുടെ കത്ത് വായിക്കുന്ന പട്ടികൾ. അല്ല, അനാവശ്യമായിട്ട് എന്തെങ്കിലും കത്തിൽ എഴുതിയിരുന്നു? എല്ലാ ആവശ്യമുള്ള സാധനങ്ങളാ. DVD, TV, മൊബൈൽ. ഇതിപ്പോ എന്റെ കൈ കിട്ടിയ നന്നായി. ഇല്ലെങ്കിലോ ഞാൻ ഈ സാധനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കില്ലേ? ഏതായാലും ഞാൻ ഇതൊന്നും കൂടി പോസ്റ്റ് ചെയ്യാൻ പോയത്. ഡോണ്ട് ഓപ്പൺ പൈലറ്റ് കൂടി പുറത്ത് എഴുതിക്കോ. അതെന്തിനാ? ഇല്ലെങ്കിൽ ഇനിയും പൊട്ടിച്ച് വായിച്ചാലോ? എഴുതി പോസ്റ്റ് ചെയ്യാം. ഈശ്വര, ഒരു മാസം കൂടി കഴിയുമ്പോ ഈ കത്ത് തന്നെ ഞാൻ ഒന്നുകൂടി വായിക്കേണ്ടി വരും. ഒരു ഓട്ടോ ഒപ്പിച്ചിട്ടുണ്ട്. കല്യാണ പാർട്ടിയാ. കാക്കനാട് ആമ്പല്ലൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം വരെ 112 ലോട്ടിൽ വരും. എന്നത്തേക്കാ? മറ്റന്നാള്. മറ്റന്നാളോ? പെട്ടെന്നായോ? മടത്തിപ്പറമ്പ് ട്രാവൽസിനെ ഒരു ബുക്ക് ചെയ്തിരുന്നത്, ഞാനത് വെട്ടി. റേറ്റ് എത്ര പറഞ്ഞു? 1200 ഞാനങ്ങ് ഉറപ്പിച്ചു. 1200 രൂപ. മറ്റുള്ള വണ്ടിക്കാര് റിട്ടേൺ അടക്കം 2500 രൂപ വാങ്ങുന്നുണ്ട്. എടാ, അമേരിക്കയും സൊമാലിയും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട്, അറിയോ? മനസ്സിലായില്ല. എടാ, 2500 രൂപ നല്ല ലക്ഷറി കോച്ച് കിട്ടും. നമ്മുടെ വെറും ബിക്ഷറി കോച്ചല്ലേ. ഈ ലൊടുക്ക് വണ്ടി എങ്ങനെ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ ഓടാന്ന് പറഞ്ഞാൽ ഒരു വേണ്ടാന്ന് പറയും. എന്റെ വണ്ടി ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ. അയ്യോ, ഇതൊരു പാവപ്പെട്ടവന്റെ കല്യാണമാണ്. ഒറ്റ വണ്ടിയുള്ളൂ. ചെറുക്കനും ചെറുക്കന്റെ അച്ഛനും അമ്മയും അമ്മായി അമ്മാവനും ബന്ധുക്കളും ഫ്രണ്ടുക്കളും ഒക്കെ ഇതിലാണ് പോണത്. 2500 രൂപ വെച്ചാൽ അവര് ഓട്ടം വേണ്ടെന്ന് വെക്കുള്ളൂ. എടാ, എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയേ. എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാ? എന്നാ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഈ ഓട്ടം കഴിഞ്ഞിട്ടുണ്ട് എന്റെ പാസ്പോർട്ട് ഒന്ന് ശരിയാക്കാൻ. പാസ്പോർട്ട് ഇതിന്ന് വല്ല മെച്ചം കിട്ടിയിട്ടുണ്ട് വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് ശരിയാക്കാൻ. അപ്പൊ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലേ? ജീവിതം തന്നെ മൊത്തത്തിലൊരു കൈവിട്ട് കളിയില്ലേ സുന്ദര? ചവിട്ടി നോക്കാം. അല്ല, വണ്ടി ഈ രീതിയിൽ നമ്മൾ എങ്ങനെ അങ്ങോട്ട് എഴുന്നള്ളിക്കും? നെറ്റിപ്പട്ടൊക്കെ കെട്ടിച്ച് ആന എഴുന്നള്ളിക്കൂലേ, അതുപോലെ എഴുന്നള്ളിച്ചാലാ? അതിനൊക്കെ ചെലവ് ഒരുപാടാവും. ചെലവ് ഒരുപാടാവും അല്ലേ? എടാ, വണ്ടിയുടെ ഓട്ടമുള്ള ഭാഗങ്ങളില് കൊച്ചു കൊച്ചു പൂക്കള്, കൊച്ചു കൊച്ചു ഇലകള് വച്ചടയ്ക്കുന്നു. സാധാരണ കല്യാണ വണ്ടി അലങ്കരിക്കില്ലേ, അതുപോലെ ഒരു കാടളകി വരുന്നുണ്ടല്ലോ. സ്ഥലം എത്തിയോ ഉണ്ണികൃഷ്ണ? ചവിട്ടി പിടിച്ചോ. ഈ അട ഒന്ന് വെച്ചോട്ടെ, ബ്രേക്ക് കുറവല്ലേ. നമസ്കാരം ചെറുക്കന്റെ അച്ചോ. എന്താ ഇത്? വണ്ടി. ഈ കാടും പണ്ടൊക്കെ എന്തിനാണ് ചോദിച്ചത്? അത് അലങ്കരിച്ചിരിക്കല്ലേ. ഇങ്ങനെയുണ്ടോ അലങ്കാരം? ഐശ്വര്യമുള്ള ഒരു ചടങ്ങിന് പോവല്ലേ, അപ്പൊ കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് കരുതി. വാഴ, മാവ്, വേപ്പ്, ചക്ക, മാങ്ങ, കുമ്പളങ്ങ, ഒതളങ്ങ തുടങ്ങിയ വൃക്ഷ ലതാതി പല മൂലാദികളും കൊണ്ടങ്ങ് അലങ്കരിച്ചു. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. ഞങ്ങളാരും അങ്ങനത്തെ ആൾക്കാരല്ല. ബെസ്റ്റ് ഫാമിലി. ഇങ്ങനെയൊക്കെ അലങ്കരിച്ചു എന്ന് കരുതി ഞങ്ങൾ അഡീഷണൽ ബില്ലൊന്നും ചാർജ് ചെയ്യില്ല, അതൊക്കെ ഫ്രീയാ. അപ്പൊ ഇനി വൈകണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പോഴേയോ? ഇപ്പൊ പോയാലേ സമയത്തങ്ങ് എത്തുള്ളൂ, കാരണം വണ്ടി നല്ല കണ്ടീഷനാണ്. നമുക്ക് കാറ്റൊക്കെ കൊണ്ട് അങ്ങോട്ട് പോവാം. ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. നീ ഇവർക്ക് ചായ കൊടുക്കാൻ നോക്കി ചെല്ലു. വണ്ടി അങ്ങോട്ട് ഒതുക്കിയിടോ. ഇഷ്ടം പോലെ സമയമുണ്ട്. ഇത്തിരി ദൂരമല്ലേ ഉള്ളൂ. കൊച്ചു വെളുപ്പിൽ പോണ്ട കാര്യം എന്താ? നല്ല വണ്ടി വന്നു. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരിയാ, നമ്മൾ ഉത്സവത്തിലെ കാര്യം നടക്കൂ. ഇഡലിയും ചായയും ഓൺ ദ വേല നിർത്തിയത് മേടിച്ചാ. കല്യാണച്ചക്കൻ അവൻ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. സുന്ദര, അമ്മാവന്റെ ആദ്യത്തെ കല്യാണം ഇത്. ആദ്യത്തേതും അവസാനത്തേതും. അയ്യോ അയ്യോ, എന്റെ മീശ. സമയമില്ലാത്ത സമയത്ത് മീശട്ടി കളിക്കാ. കടിക്കും ഞാൻ. എല്ലാരും പോയി വണ്ടി കയറി കടിക്കും. തുണി മാറട്ടെ. അല്ലല്ല, അതെ, ആരാ നിങ്ങളൊക്കെ? അതൊക്കെ വഴിയെ മനസ്സിലായിക്കോളും. എന്താ നിങ്ങൾ എന്നെ കളിയാക്കാം? ഞങ്ങളല്ലല്ലോ ആകാശവാണി തൃശ്ശൂർ തിരുവനന്തപുരം ആലപ്പുഴക്കാരല്ലേ. അവര് പറഞ്ഞു സമയം കളയത് ഇയാളെ സുന്ദരനാക്കോ. സുന്ദര അനങ്ങാതിരുന്നോ, ഇന്ന് ഈ മീശമ ഞാനൊരു താജ്മഹാള് പണിയും. അനങ്ങിയാലത് കുത്തബ് മീനാറാകും. ഉമ്മാക്കാൻ നോക്കണം, അതൊക്കെ രാത്രിയില്.
പണ്ടാറ് ഇരുമ്പുണ്ടാക്കി ശക്തെടുക്ക്. കണ്ടണേ. പോയാ പിന്നെയും പെറ്റിക്കോട്ടായ ആഫ്റ്റർ ഷേവ് നോക്കിയിരിക്കുന്നു. ഇടലെങ്കിൽ ഇടലി. അതോട് മാറ്റി പിടിപ്പിച്ചു. ആഹാ മുടുക്കനായിപ്പ. സൂക്ഷിച്ച് സൂക്ഷിച്ച്. ഇതേതാ ആരാ ഇവൻ? എവനൊന്നും വണ്ടിയൊക്കെ നോക്കുകയല്ലേ? അയ്യോ അമ്മാവന്റെ മോനാ കല്യാണച്ചക്കനെ. എവനെന്ത് പറ്റി? അയ്യോ ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ. പുതിയ ഫ്ലാഷ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള് കൊള്ളാവണ മക്കളെ. സമയം കളാതെ അകത്തേക്ക് ഒന്നും ആയിട്ടില്ല. രാഹുവാനം കഴിയാതെ കേറുന്ന പ്രശ്നമില്ല. ഓ എന്തോന്ന് രാഹുവാനം? ഒന്നിനും നമ്മളൊക്കെ പിള്ളേരില്ലേ? അല്ല നമുക്കൊക്കെ പിള്ളേരില്ലെന്ന് ഒറ്റ അടി വെച്ചിരിഞ്ഞ എല്ലാവരും കേറിയിരിക്കുക. കേറിയവരൊക്കെ അവിടെ ഇരിക്കും. രാഹുവാനം കഴിയാൻ ഞാനും എന്റെ മോനും കേറുന്ന പ്രശ്നമില്ല. എടാ എന്റെ കല്യാണത്തിന് ഒരു രാഹുവാനം കഴിയാൻ ഞാൻ ഇറങ്ങിയിട്ടില്ല. വെറുതെ അല്ല ഭാര്യ ഇടിവെട്ടേറ്റ് മരിച്ചു. കല്യാണത്തിനല്ലേ എല്ലുപടിക്കല്ലല്ലോ കൊണ്ടുപോകുന്നത്. അല്ല മണവാളം കേറുന്നില്ല. എടോ ഒരു നല്ല കാര്യത്തിന് മുമ്പ് വണ്ടി മുമ്പോട്ട് എടുക്കണ്ട്. താൻ ആദ്യം വണ്ടി തിരിക്കും, എന്നിട്ട് ഞാൻ കേറാം. അല്ല വണ്ടി തിരിക്കാം, അവിടെ നിന്ന് മാറിയേക്ക്. എടോ താൻ വണ്ടി എടുക്കണോ? വണ്ടി എടുക്കാം. അവിടെ വണ്ടി എടുക്കാൻ. എന്റെ അമ്മോ നല്ല റിസോർട്ട് പോലെ അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലം. വേഗം പൊക്കോ പൊക്കോ. ഹായ്. നോ റെസ്പോൺസ്. വെറുതെ ഒരു ഹായ് പോയി. ഹായ്. കമ്മിങ്. എക്സ്ക്യൂസ് മീ. എന്താ നീ നിന്റെ ഗുഡ് മോർണിംഗ്. നീ നിന്റെ മടി കിടത്തിയിട്ട പേരാണല്ലോ പാക്കരാന്ന്. ഏയ് ഇവിടെ ഞാൻ നിന്റെ ലെക്ചറാ. ഒരു മര്യാദയിലൊക്കെ വിളിച്ചാൽ തിരക്കേടില്ല. എങ്ങനെ സാറേന്ന്? പാക്കറിനെ ഞാൻ സാറേതാ. എനിക്ക് വയ്യ സാറേ. പാക്കരാ ഇവിടെ ഇവിടെ നിറയെ പോലീസുകാരാണല്ലോ. ഇത് മെഡിക്കൽ കോളേജോ അതോ പോലീസ് ട്രെയിനിങ് കോളേജോ? അപ്പൊ സംഗതി ഒന്നും അറിഞ്ഞില്ലേ? ഇന്നലെ ഇവിടുത്തെ ലേഡീസ് ഹോസ്റ്റലിൽ ഒരു സൂയിസൈഡ് നടന്നു. ആത്മഹത്യയല്ല കൊലപാതകമാണെന്നാണ് റൂംമേറ്റ് അശ്വതിൻ നമ്പ്യാരുടെ സാക്ഷ്യം. കൊലപാതക അപ്പൊ തന്നെ പോലീസ് പൊക്കി. ഇപ്പൊ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക. ഈ കോളേജിലെ സ്റ്റുഡന്റാ, മലയാളിയാ, അരുൺകുമാർ. ഇവൻ ഒറ്റൊരുത്തം കാരണം കോളേജിന് 2 ദിവസം അവധി പ്രഖ്യാപിച്ചിരിക്കുക. ആഹാ, നമ്മുടെ ടേസ്റ്റിന് പറ്റിയ അറ്റ്മോസ്ഫിയർ. നീ ആരുടെ വായിലേക്കാണ് നോക്കണത്? ആ കുട്ടിയെ കണ്ട? ഏത് കുട്ടിയുടെ? ആ കുട്ടി. റൈറ്റാ ലെഫ്റ്റാ? റൈറ്റ്. ഇത് ഞാൻ നിന്റെ ഏട്ടനോട് പറയും. ഏട്ടന് മാച്ചാവൂല. എനിക്ക് കറക്റ്റാ. അതങ്ങനെ വളയണ കേസല്ല മോനെ. അതെന്താ പെണ്ണല്ലേ? പെണ്ണൊക്കെ തന്നെ, പക്ഷെ അവൾക്ക് ആണിന്റെ തന്റേടുവാ. ഇപ്രാവശ്യത്തെ ബ്യൂട്ടി കോൺടെസ്റ്റ് ഈ കോളേജിനെ റെപ്രസെന്റ് ചെയ്യുന്ന അവളാ. ആഹാ, എനിക്കിഷ്ടായി. സർ, ജസ്റ്റ് നീ വിഷമിക്കണ്ട. മഹിയേട്ടൻ വക്കീലിനോട് കോടതിയിലേക്ക് പോയിട്ടുണ്ട്. ജാമ്യം ഉടനെ കിട്ടും. സോറി. ഏയ്, എനിക്ക് ആദ്യമായിട്ട് ഇത്ര അഹങ്കാരത്തോട് സോറി കിട്ടണം. അവിടെ നിന്ന് ഞാൻ അരുണിന് വളരെ വേണ്ടപ്പെട്ട ആളാ, ഗണേശൻ. പഠിച്ചൊരു ഡോക്ടറായി കല്യാണമൊക്കെ കഴിച്ച് കുഞ്ഞുകുട്ടി പരാധീനങ്ങളുമായ ഒരു കുടുംബം നോക്കി അടുത്തിന്റെ കൊച്ചിന് തെന്നാത്തിന്റെ സൂക്കടാ ഈ ദൃക്സാക്ഷി വിവരണത്തിന്. മോൾ ഇതിവിടെ പറഞ്ഞത് പറഞ്ഞു. അത് മോടെ അറിവില്ലായ്മയെ കണ്ടങ്ങ് ക്ഷമിച്ചേക്കാം. പക്ഷെ കോടതിയിൽ ഇതിന്റെ പേരിൽ ഒരു വാക്കങ്ങാൻ ഊരിയാടിയാ നിന്റെ നാക്കിയം പിടിച്ചെടുക്കും. മനസ്സിലാടി? എക്സ്ക്യൂസ് മീ,
വീട് പാക്കര ദൈവം തന്ന ചാൻസാ. എന്താ ചേട്ടാ പ്രശ്നം? അത് ചോദിക്കാൻ നമ്മളാരാ? ഞാൻ ഈ കുട്ടിയുടെ ഹസ്ബൻഡ് എന്ന് പറയാൻ എനിക്ക് ഇപ്പൊ പറ്റില്ല. കാരണം ഞാൻ ഈ കുട്ടി കല്യാണം കഴിച്ചിട്ടില്ല. എന്ന് കരുതി ഇടപെടാതിരിക്കാനും പറ്റില്ല. കാരണം നാളെ ഞാൻ ഈ കുട്ടി കെട്ടേണ്ടി വന്നാലോ? അന്ന് ഈ കുട്ടി എന്റെ മുഖത്തൊക്കെ ചോദിക്കില്ലേ, നിങ്ങൾ എന്തൊരു മനുഷ്യനാ, നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് ഏതൊരു തെണ്ടി എന്നെ ഭീഷണിപ്പെടുത്തിയപ്പോ നിങ്ങൾ വായ പൊളിച്ചു നോക്കി നിന്നില്ലേ? ആ പഴി അന്ന് കേൾക്കാതിരിക്കാനാ ഞാൻ ഇന്ന് കയറി ഇടപെടുന്നത്. പിന്നെ നീയൊന്നും ഈ പെങ്കൊച്ചിനെ ഒരു പുണ്ണാക്കം ചെയ്യില്ല. എങ്കിൽ നമുക്കിനി വീണ്ടും കാണേണ്ടി വരും. ഓ, അന്ന് വരുമ്പോ ഒരു പെട്ടിക്ക് ഓർഡർ ചെയ്തിട്ട് പോരെ. എങ്ങനെയുണ്ട് എന്റെ പെട്ടി ഡയലോഗ്? മനസ്സിലായില്ല. പെട്ടിന്ന് ഞാൻ ഉദ്ദേശിച്ചത് ശവപ്പെട്ടിയാ, ലെവന്റെ ബോഡി വീട്ടിലെത്തിക്കാൻ. ആരാടിയാള്? ശവപ്പെട്ടി കച്ചവടക്കാരൻ? പുതിയ അഡ്മിഷനാ. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടില്ലല്ലേ? എന്താ പേര്? പേരയ്ക്ക. ഓ, എന്റെ പേര് വവാൽ. തന്നെ ചപ്പിക്കോട്ടെ. ആരും മുന്നോട്ട് വരരുത്. ഈ കുട്ടി ഒന്നും ചെയ്യരുത്. നോ പ്രോബ്ലം. എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. യു ക്യാരി ഓൺ. ഐ എൻജോയ്ഡ് എ ലോട്ട്. ഒടുക്കത്തടിയായി പോയി. പാക്കര, ഏയ് എന്താ ഇത്? അടി കൊണ്ടത് എനിക്കല്ലേ. പാക്കര എന്തിനാ കരയണേ? ടേക്ക് ഇറ്റ് ഈസി. എന്റെ ജീവിതത്തിൽ ഇത്ര ഞാൻ ചിരിച്ചിട്ടില്ല. ഓഹോ, കൊലച്ചിരിയായിരുന്നല്ലേ? ഇപ്പോഴല്ലടാ നിന്റെ മുഖം വവ്വാല് ചപ്പിയ പോലെ എവിനായത്. എന്തായിരുന്നു അടിയുടെ ശബ്ദം? അത് അടിയുടെ ശബ്ദമല്ല, ആദ്യാനുരാഗത്തിന്റെ കവാടം മലർക്കയെ തുറന്ന ശബ്ദ. പാക്കര നോക്കിക്കോ, എന്നോട് കളിച്ചാൽ അവളെ മാത്രല്ല കൂടെയുള്ള അവളുടെ കൂട്ടുകാരിയെയും സ്നേഹം കൊണ്ട് അമ്മാനമാടി പ്രണയത്തിന്റെ നെറുകയിലെത്തിച്ച് ലവിന്റെ പടുവഴിയിലേക്ക് ചവിട്ടിയിടും. എന്നിട്ട് ഞാനൊരു കാമപ്രാന്തനെ പോലെ പൊട്ടിച്ചിരിക്കും. അശ്വതി നമ്പ്യാരെ കുറിച്ച് നീ എന്ത് വേണേലും പറഞ്ഞോ, പക്ഷെ അവളുടെ കൂടെ നടക്കുന്ന കുട്ടിയെ കുറിച്ച് മാത്രം ഒന്നും പറയും. പറഞ്ഞാൽ അതൊരു തറവാട്ടി പറഞ്ഞ കുട്ടിയാ. അതിന് അവിടെ നേരത്തെ ഒരാൾ കണ്ണു വെച്ചിട്ടുള്ള. അതിന്റെ കണ്ണുവെപ്പാണോ? അതല്ല, കല്യാണം കഴിക്കാൻ വേണ്ടി നേരത്തെ ഡോക്ടർ കണ്ണു വെച്ചിട്ടുള്ള. ഓ, ഡോക്ടർ വിനോദ് ഭാസ്കർ. ഒരു ലെക്ചറർ ഒരു സ്റ്റുഡന്റിനെ പ്രേമിക്കാതൊക്കെ സോ ചീപ്പ്. നീ ഇത് പുറത്താരോടും പറയരുത്. ഓക്കെ, അങ്ങനെയാണ് എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. എങ്ങനെ? അശ്വതി നമ്പ്യാരായിട്ട് ഞാൻ ഇപ്പൊ കിട്ടിയത് പോരല്ലേ? നോ, അശ്വതി നമ്പ്യാരുമായിട്ട് ഞാൻ ലൈഫിൽ ഒരു മാച്ചിന് ഇറങ്ങാൻ പോവാ. ഒരു 2020 പണ്ട് ത്രയംബകമൊടിച്ച് ശ്രീരാമൻ സീതയെ നേടിയതുപോലെ കറങ്ങുന്ന ചക്രത്തിലിരുന്ന പക്ഷിയുടെ കണ്ണിൽ അസ്ത്രം പെയ്ത് അർജുനൻ പാഞ്ചാലിയെ സ്വന്തമാക്കിയതുപോലെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ചാക്കോച്ചൻ സുന്ദരിക്കുട്ടിയായ വത്സമ്മയെ നേടുന്നതിനായി തെറ്റാതെ അടുപ്പിച്ച് 5 പ്രാവശ്യം ബോൾ ബാസ്കറ്റ് ചെയ്യാൻ പോവുകയാണ്. അതൊക്കെ ചാക്കോച്ചന്റെ ഇഷ്ടം. ചാക്കോച്ച ഓർമ്മയുണ്ടല്ലോ, തെറ്റിയാ മീശ പോകും. ഇവന്റെ മീശ പോകുന്നുള്ളത് ഉറപ്പാ. അല്ല, അവന്റെ അദ്ദേഹം ആദ്യ സംരംഭം വിജയിച്ച് രണ്ടാമത്തതിലേക്ക് കടന്നിരിക്കുകയാണ്. ഇൻട്രസ്റ്റിംഗ് അല്ലേ? എന്തോ ഇൻട്രസ്റ്റിംഗ്. എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും തോന്നില്ല. ഈ ലവും മീശയും കൂടെ മിക്സ് ആക്കരുത്. മീശ പോയി. ഒരു മിനിറ്റ്. ചാക്കോച്ചന്റെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ചാക്കോച്ചനെ രക്ഷിക്കണമെന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവർ തുടർച്ചയായി വെറും 4 പ്രാവശ്യം ബാസ്കറ്റ് ചെയ്താൽ മതി. ജയിച്ചാൽ ചാക്കോച്ചന്റെ മീശ പോകില്ല, തോറ്റാൽ 2 പേരുടെയും മീശ പോകുന്നതാണ്. ആരുമില്ല. സോറി ചാക്കോച്ച. ചാക്കോച്ചന്റെ ഫ്രണ്ട്സിന് അല്പം പോലും സ്നേഹമില്ല. അപ്പോ നമുക്ക് കർമ്മത്തിലേക്ക് കടക്കാം. എന്തുവാണ് ഇത്? സൗദി അറേബ്യ ബാസ്കറ്റ് എനിക്ക് മീശ കളയോത്രേ. എനിക്കിതൊന്നും കണ്ടിരിക്കാൻ വയ്യ. പടക്കൂ. അല്ല, മച്ചത് എന്ത് കണ്ടിട്ട് ചിരിക്കണേ? നാളെ മച്ചയ്ക്ക് അവളോട് ഇഷ്ടാന്ന് പറയുമ്പോൾ ഇത് തന്നെ ചെയ്യേണ്ടി വരും. അവളെങ്ങാനും മച്ചയോട് ബാസ്കറ്റ് ചെയ്യാൻ പറഞ്ഞ സർവ്വതും കൊളാവും. അതെന്താടാ അങ്ങനെ? അയ്യേ, മച്ച മീശില്ലാതാണ് ഭയങ്കര വൃത്തിയാടാ.
അയ്യോ എന്റെ അമ്മോ. അയ്യോ പടവണ്ടാരം പോലെ ഒരു കക്കൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നിനും പൈപ്പില്ല. എല്ലാ സമയത്തും ഇപ്പൊ ഇതും കൂടെ ഓടാൻ പറ്റുമോ? എടാ ഞാൻ കേറട്ടാ. എനിക്ക് ബിസി എടാ ഇത് ക്ലാസ് റൂം അല്ല ബാത്റൂമാ. അയ്യോ പെറ്റ തള്ള പൊറുക്കുകയല്ലേ. ഓ നിനക്ക് എന്താണോ കഴിക്കുന്നത്? എടാ അത് എന്റെ കക്കൂസാടാ. നിന്റെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതോ? ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് സ്ത്രീധനം കിട്ടിയ പോലെ. അയ്യോ എന്റെ ശബരിമല മുരുക. അയ്യോ ആരെങ്കിലും ഒന്ന് ഇറങ്ങിത്താടാ. സീരിയസ് ആണോ? അയ്യോ ഓ എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? അയ്യോ എടാ ഞാൻ കേറട്ടാ. ഇതിന്റെ ഷോ കഴിഞ്ഞോ? ഓ ഇതിന് വെറും മുനിസിപ്പാലിറ്റി ആണ്. അയ്യോ മോർണിംഗ് സാർ. കുളിയും പല്ലുളിയായിട്ടൊക്കെ നടന്നോ? പോയി പ്രാക്ടീസ് ചെയ്യണോ? പ്രാക്ടീസ് ചെയ്യ്. അയ്യോ കോർപ്പറേഷൻ യെസ് കക്കൂസൊക്കെ ക്ലീൻ ആയി. ഇനി കുളിമുറി ക്ലീൻ ചെയ്തോളൂ. കുളിമുറി അല്ലടാ നിന്റെ ക്ലീൻ ചെയ്യേണ്ടത്. അയ്യോ സോറി കക്കൂസ് മാറി. അല്ല ആള് മാറി. പ്രാക്ടീസ് മുടക്കരുത്. പ്രാക്ടീസ് മുടക്കരുത്. ആരും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. അതെ ജീവിതകാലം മുഴുവൻ ഇതുപോലെ ഇവിടെ ലാവിഷായിട്ട് കൂടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സംഗതി ലാവിഷ. പക്ഷെ പാവം കോൺസ്റ്റബിൾ രുദ്രംപിള്ള നമുക്ക് വരും ജയിലിൽ കിടന്ന് ഉണ്ട തിന്നിട്ടുണ്ടാവും. കാര്യം എന്തായി? അത് വല്ലവരല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുന്ദരി കോതല്ലേ എല്ലാം നല്ലൊരുപിടി തന്നെ. എടാ എനിക്കൊരു സംശയം. എന്നെ നമ്മൾ ഇന്നലെ കാറി കെട്ടിയ തള്ളയില്ലേ, അവരെന്തിനാ എപ്പോഴെന്തെങ്കിലും നോക്കുന്നത്? ഇനി അവർക്ക് നമ്മളെ മനസ്സിലായി കാണോ? ഒരു കിളിനാഥോ അല്ലേ? എന്റെ അമ്മേ ഇതേ ഉടക്കത്തള്ള. ഈ വൃത്തിയുടെ സ്ത്രീയാണോ? ഈ മുഖം, ഈ താടി, ഈ രൂപം തിരിച്ചറിഞ്ഞെന്നാ തോന്നണത്. അങ്ങനെ വന്ന ഞാൻ ഈ കൊരട്ടത്തള്ളയെ തട്ടും. അതൊന്നും വേണ്ട. അതിനു മുമ്പ് നമുക്ക് ഈ ഉണക്കത്തള്ളയുടെ കാല് പിടിക്കാം. പിടിച്ചോ. എന്റെ പൊന്നു മാർഗരറ്റ് ആന്റി, ഞങ്ങളെ ചതിക്കരുത്. ഇതൊന്നും മനഃപൂർവ്വമായിരുന്നില്ല. എങ്ങനെ തുടങ്ങണമെന്ന് ഞങ്ങൾക്ക് അതേ അവസ്ഥയില. കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി. പിടിക്കപ്പെട്ടു. തട്ടട്ടെ വരട്ടെ. ആ സത്യം ഇനിയും മറച്ചു വെച്ചാൽ ഞാൻ ചെയ്യുന്ന വലിയൊരു അപരാധമായിരിക്കും. ഇപ്പൊ തട്ടട്ടെ. തട്ടാൻ വരട്ടെ. മരിച്ചുപോയ എന്റെ ഭർത്താവിന്റെ അതേ ചായയാണ് മിസ്റ്റർ ഡാനിയൽ. മിസ്റ്റർ നായർ, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാനും മിസ്റ്റർ ഡാനിയലും തനിച്ചിരുന്ന് അല്പം സംസാരിച്ചോട്ടെ. വരൂ മിസ്റ്റർ ഡാനിയൽ. അയ്യോ ഒരു മിനിറ്റ്, ഇപ്പൊ തരാം. അതെ, അവര് മരിച്ചുപോയ ഭർത്താവിനെ കിട്ടിയ സന്തോഷത്തിലാ. നമുക്കിവിടെ നിക്കണ്ടേ? ഇപ്പൊ ഒന്നും പൊളിക്കാൻ പോണ്ട. പിന്നെ ഒരു ഭാര്യ എന്ന നിലയ്ക്ക് അവരെന്താവശ്യപ്പെട്ടാലും നീ ഒന്ന് വഴങ്ങി കൊടുത്തേക്കടാ. കൊണ്ടുപോയി എൻജോയ് ചെയ്തോളൂ. കൊണ്ടുപോയിക്കോളൂ. ഞാനിതാ പോണേ. പെട്ടെന്നങ്ങനെ ആ സന്ദർഭത്തില്. ഗുഡ് മോർണിംഗ് സാർ. നീ എന്താ ആളെ കളിയാക്കണ? രാവിലെ ഒരു ഗുഡ് മോർണിംഗ് തന്നല്ലേ? അല്ല സാറിനൊരു വെയിറ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട്. ഉള്ള വെയിറ്റ് തന്നെ എനിക്ക് താങ്ങാൻ പറ്റില്ല. നീ മറ്റുള്ളവർക്ക് പണി ഉണ്ടാക്കാതെ പോയി പണി വെക്കേ. കുട്ടിക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? കഷ്ടം. എക്സ്ക്യൂസ് മീ. യെസ്. നിങ്ങൾക്ക് ഡോർ ഡെലിവറി ഉണ്ടോ? ഉണ്ടല്ലോ മാഡം. എങ്കിലേ കടയുടെ നമ്പർ തരൂ. ഹലോ, സിറ്റി സൂപ്പർ മാർക്കറ്റ്. മിസ്റ്റർ പവൻ കെ മേനോൻ ഒന്ന് കൊടുക്കോ. 1 സെക്കൻഡ്. കോൾ സാറിനാണ്. അത്യാവശ്യക്കാരെ ആരെങ്കിലും തന്നാ മതി. ഒരു പെൺകുട്ടിയാ. പെൺകുട്ടിയാ? ആരാൻ ചോദിക്കും. ആരാ സംസാരിക്കണെന്നാ പറഞ്ഞേ? ആരെന്ന് പറഞ്ഞാലേ ഫോൺ കൊടുക്കൂ. എന്നാ പറഞ്ഞേക്കാം. പവിയുടെ ഒരു ക്ലാസ്മേറ്റാ. ക്ലാസ്മേറ്റ് ആണെന്ന്. ക്ലാസ്മേറ്റോ? അതേത് ക്ലാസ്മേറ്റ്?
ഹലോ. എന്താ പവി ഇത്? പവി ഒന്ന് ലൈനിൽ കിട്ടാൻ എന്ത് പ്രയാസ? അല്ല ആരാ ശരിക്കും പറഞ്ഞ എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. ഓ, എന്റെ ശബ്ദവും മറന്നൂല്ലേ? മറന്നിട്ടല്ല, ഇവിടെ കുറച്ച് ബിസി ആയതുകൊണ്ട് പെട്ടെന്ന്. ശരി, സമയമില്ലാത്തോണ്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒരു ക്ലൂ തരാം. എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് ആദ്യമായിട്ട് പവിക്ക് പ്രേമലേഖനം തന്ന പെണ്ണേതാ? ഓഹോ, ഷീബ. താൻ കല്യാണം കഴിച്ചതിന് ശേഷം ഇപ്പോഴാണ് വിളിക്കുന്നത്. ആട്ടെ, തനിക്ക് കുട്ടികൾ എത്രയായി? അതിന് ഞാൻ ഷീബ അല്ലെങ്കിലോ? പിന്നാരാ? ഞാൻ റോസാണ്. റോസ്. റോസ്? ഏത് റോസ്? മറന്നൂല്ലേ? ഒക്കെ മറന്നു. കുറെ കാലം കൂടി എന്റെ ശബ്ദം കേൾക്കുമ്പോ പവി ത്രില്ലടിച്ചു പോകുന്നു ഞാൻ വിചാരിച്ചു പോയി. സാരമില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് ആള് തെറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ തലയ്ക്ക് ലേശം വട്ടുണ്ട്. ഇങ്ങനെ ഒരാൾ എന്റെ കൂടെ പഠിച്ചിട്ടുമില്ല. ഈ പേരിലൊരു ക്ലാസ്മേറ്റിനെ എനിക്ക് അറിയയില്ല. സോറി, ഞാൻ കുറച്ച് ബിസിയാണ്. പ്ലീസ്. ആരെ മറന്നാലും സ്വന്തം ക്ലാസ്മേറ്റിന് മറക്കല്ലേ മോനെ. 5ാം ക്ലാസ് വരെ കൂടെ പഠിച്ച നിന്നെ ഞാൻ മറന്നില്ലല്ലോ. അപ്പൊ പിന്നെ എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ച ഒരാളെ ഞാൻ മറക്കോ? അതും ഒരു പെണ്ണിനെ. അതോ, അത് അന്നെന്തെങ്കിലും ഗുലുമാല ഒപ്പിച്ചിട്ട് ഇപ്പൊ എനിക്ക് ഒന്നറിഞ്ഞൂടാന്ന് ഭാവിക്കാന്ന് ആർക്കറിയാം. പോടാ പോടാ പോ. റോസ്. No chance there. It'll be a single as Cummins comes off the boundary. So the sweep being played quite regularly now. ഹലോ ഹലോ. സോറി, ഞാൻ എന്റെ ഓളി ഒന്ന് കുറച്ചോട്ടെ. ഹലോ. പവി ഉണ്ടോ? പവി അവൻ കുളിക്കാണല്ലോ. കുളിക്കുകയാണോ? എന്നാ ഒന്ന് വിളിക്കാവോ? ഐ എം സോറി. കുളിക്കാണെങ്കിൽ വിളിക്കണ്ട കേട്ടോ. ആരാ? ബ്രദറാ? അല്ല, ഫാദറാ. അയ്യോ സോറി, ശബ്ദം കേട്ടപ്പോ മദറാണെന്ന് കരുതി. ഒരു ഫ്രണ്ട് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാ മതി. വെറും ഫ്രണ്ടല്ല കേട്ടോ, ക്ലാസ്മേറ്റാ. ഞാൻ റോസ്. റോസ്? അങ്ങനെ ഒരു ക്ലാസ്മേറ്റിന്റെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. പറയില്ല, എല്ലാ സമയമാകുമ്പോ പറഞ്ഞോളാമെന്നാ പവി എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. എന്തു പറയാന്ന്? അയ്യോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞെന്ന് പവിയോട് പറയണ്ട കേട്ടോ. ഞാൻ പിന്നെ വിളിച്ചോളാം. ഗാംഗുലി ഔട്ടായ നന്നായി. അവൻ ഇത്തിരി കൂടുതലാ. നിന്നെ ഇപ്പൊ ഒരു പെണ്ണ് വിളിച്ചിരുന്നു. പെണ്ണ? ഒരു റോസ്. അവൾ ഇവിടെ വിളിച്ചോ? നമ്പർ വല്ലതും തന്നാ? നമ്പരൊന്നും തന്നില്ല, പിന്നെ വിളിച്ചോളാന്ന് പറഞ്ഞു. അവൾ എന്റെ ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞു. നോണയാ. അങ്ങനെ ഒരു പെണ്ണ് എന്റെ കൂടെ പഠിച്ചിട്ടേ ഇല്ല. അല്ല, എന്റെ എല്ലാ ക്ലാസ്മേറ്റ്സിനും അച്ഛൻ അറിയാലേ. അറിയാം, പക്ഷെ ഞാൻ അറിയാത്ത വല്ല റോസും ഉണ്ടെങ്കിലോ? അച്ഛാ, ശബ്ദം കേട്ടിട്ട് നല്ല സ്വീറ്റാ. കണ്ടാലെങ്ങനെയാ? അച്ഛ, ഇത് ഏതോ ഒരു പെണ്ണ് എന്നെ കളിപ്പിക്കാൻ വേണ്ടി വിളിക്കാ. എന്നെ കടയിലും വിളിച്ചിരുന്നു. അപ്പൊ നിനക്ക് ഈ റോസിനെ അറിയേയില്ല? ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇത് വലിയ കഷ്ടായല്ലോ. റോജാ മലരേ രാജകുമാരി. അച്ഛാ, അച്ഛൻ എന്തിനാ ഇപ്പൊ ഈ പാട്ട് പാടിയത്? ഈ റോജാ മലരേ രാജകുമാരി. എനിക്കൊരു പാട്ട് പാടാൻ തോന്നി, പാടി. എന്താ കുഴപ്പമുണ്ടോ? തമിഴിൽ റോജ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ റോസ് എന്നാ. മലയാളത്തിലല്ല, ഇംഗ്ലീഷില്. ഇംഗ്ലീഷ്. അച്ഛൻ ഇപ്പൊ ഈ പാട്ട് പാടിയതിനർത്ഥം ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമായിട്ടില്ല. അച്ഛൻ അറിയാത്തൊരു ബന്ധം എനിക്ക് അവളുമായിട്ടുണ്ട് എന്നല്ലേ? എന്നാ കേട്ടോ, എന്റെ അമ്മയാണ് സത്യം. അവൾ എനിക്ക് അറിയില്ല. പിന്നെ അവള് വിളിക്കട്ടെ, കള്ളി, പേരും കള്ളി. റിമോട്ടിങ് തരാൻ. അതിന് ചൂടാവണം എന്തിന്? കാതൽ റോജാവേ. ഇനി റോജ എന്നുള്ള വാക്കി വീട്ടിൽ കേൾക്കരുത്. ഞാൻ രാജാ കയ്യ് വെച്ചോ. രാജാന്നല്ലേ പറഞ്ഞു, റോജാന്നല്ലല്ലോ. ഒരു പാട്ട് പാടാൻ സ്വാതന്ത്ര്യമില്ലേ വീട്ടില്? ഈശ്വര, എവിടുന്ന ഈ മണം? അതെ, മദ്യത്തിന്റെ മണം തന്നെ. എന്റെ ഈശ്വര, ഈ തറവാട്ടിൽ കുടിക്കേ ഞാൻ ശരിയാക്കി തരാൻ. ഇത് ഇവിടെ ഇരുന്നോട്ടേട്ടാ. എന്താ ഇത്? വേസ്റ്റ് ഗ്ലാസ്സാ. വേസ്റ്റ് വരുന്ന മദ്യം ഒഴിക്കാനാ. സോഡ ഒഴിക്കാണ്ട് കുടിച്ച കൂമ്പ് പാടും. കുറച്ചും കൂടി. കുറച്ചും കൂടി മതി. കുറച്ചും കൂടി മതിയല്ലോ. സോഡ വേണ്ടേ? നിങ്ങൾ കുടിച്ചോ. ചേട്ടാ, ഞാനൊന്ന് മുള്ളിട്ട് വരാം. ശരിക്കും ഉപ്പ് നോക്ക്. 12 നോക്ക്.
മുള്ളുണ്ടെങ്കിൽ മുള്ളു, എനിക്ക് കിടന്ന് ഉറങ്ങണം. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, സത്യമായിട്ടും. ഉറക്കപ്പിച്ചൊന്നുമല്ല, അവന്റെ സ്ഥിരമായിട്ടുള്ള ബാത്റൂം ഇതാ. പകലും അവൻ ഇവിടെ തന്നെ ഒഴിക്കണേ. ഞാൻ രാധികച്ചിയുടെ വീടൊക്കെ ഒന്ന് കാണട്ടെ. പോയിട്ട് വരൂ, അപ്പോഴേക്കും ഞങ്ങളിത് കാലിയാക്കിക്കോളാം. എനിക്ക് കുറച്ച് ഒഴിച്ചേക്ക്, കുറച്ച് മതിട്ടാ. മോശമായി പോയി, ഞാൻ ലൈഫിൽ മൂത്രമൊഴിക്കില്ല. ഹലോ, ഹനുമാന്റെ ലങ്കാദാനം കാണിക്കാൻ മേക്കപ്പ് ഇടാ, ചതിക്കല്ലേ? വാ, എന്റെ അമ്മോ, ഇതിന് പ്രൈസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടോ? മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്, നേരെ കാണുന്നതിലും ഭംഗി ഈ ഫോട്ടോയിൽ കാണുന്നതാ. ഇയാളെ തട്ടപ്പാരയ്ക്ക് കുടുംബത്തിൽ കയറുന്ന മനുഷ്യ കളിയാക്കാനാ? ഇയാൾ എന്റെ മുറിയിൽ നിന്ന് പോയെ. ഒരു പുരുഷന്റെ മുറിയിൽ പാതിരാത്രിക്ക് ഒരു പെങ്കൊച്ചിങ്ങനെ വന്ന് നിൽക്കാൻ പാടില്ല. ഓ, ഒരു വലിയ പുരുഷൻ. എന്തായാലും വല്ല സംശയം ഉണ്ടോ? ആ, സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? സംശയം ഉണ്ടെങ്കിൽ ഇയാളൊന്ന് പോയെ. രാമൻ ഇയാളുടെ... ഓ, ഞാനാണ് രാമൻ. അല്ല, ഞാനാ. രാമൻകുട്ടിയെ മുത്തശ്ശൻ വിളിച്ചത് എന്റെ ഭാഗ്യം, അല്ലെങ്കിൽ കാണായിരുന്നു. ആരാ അവിടെ വന്നിരിക്കുന്നത്? രാധികടത്തിന്റെ വീട്ടിൽ നിന്നാ. നേരോ? ആ, പക്ഷെ ആ മുത്തശ്ശി വന്നിട്ടില്ല. എങ്കിൽ ഞാൻ ഉറങ്ങിന്ന് പറഞ്ഞാ മതി. ചേടാ, വയസ്സാം കാലത്ത് ഇങ്ങനെയാണെങ്കിൽ ചെറുപ്പകാലത്ത് എന്തായിരുന്നാവോ? നീ മനുഷ്യന്റെ ഉറക്കം കണ്ടാ പോടാ. ഓ, കിടക്കണ കണ്ടാ ഉണങ്ങിയ കാമദേവൻ. കാമദേവൻ കൈയൊക്കെ മടക്കി വെച്ച് രാമനാമം ചോദിച്ചു കിടന്നോ. ഒന്നാം മല കയറി പോകണ്ടേ, അത് തമ്പി സാർ കുറെ ആളായല്ലേ ഒന്നാമല എന്ന് പറയും. എന്താ തമ്പി സാറേ ഒന്നാമല? നീ എന്നെ എന്താ വിളിച്ചത്? തമ്പി സാറേന്ന്. അനിയന്റെ ഭാര്യയുടെ അച്ഛനെ സാറേന്നോ? എന്താ? എടാ തമ്പിന്ന് വിളിയടാ. എടാ തമ്പിന്ന് വിളിക്കാം. അച്ഛൻ എന്റെ സ്വഭാവം മാറും. എടാ തമ്പിന്ന് വിളിക്കില്ല. ആ, ഇപ്പൊ പ്രശ്നമൊക്കെ തീർന്നല്ലോ. ഇതാണ് പിടിച്ചേ. ഇനി നമുക്ക് സമയം കളയാണ്ട് അച്ഛന്റെ തലയും കുത്തിപ്പാട്ടിനേക്കാൾ ഗംഭീരമായ ഒരു കവിതയാണ് ഞാനിപ്പോ വായിക്കാൻ പോകുന്നത്. നമ്മുടെ രാംകുട്ടി ഒരു കലാകാരൻ മാത്രമല്ല, ഒരു മഹാകവി കൂടിയാണെന്ന് വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. അവന് സമയം കൊണ്ട് കവിത എഴുതിയ മോള് വായിക്കേ. ആധുനിക കവിതയാ, ആരും ഞെട്ടരുത്. സ്നേഹത്തിന്റെ ഗൗളിത്തെങ്ങുകളിൽ മണ്ടരിയോ. ഞാൻ വരില്ല, ഞാൻ ഇവിടെ നിന്നോളാം. അങ്ങ് പൊക്രാനിലെ വസന്തകാല പറവകൾക്ക് കോഴി വസന്തയോ, കാശ്മീർ തീവ്രവാദികൾക്ക് ജലദോഷമോ. എങ്കിലും സോദര, ഇളം കാറ്റിലെവിടെയോ തേങ്ങാക്കുലകളാടുന്നു. എന്നോട് ചോദിക്കാതെ കുട്ടിയോട് കവിത എടുക്കാൻ ആരാ പറഞ്ഞ? അല്ല രാമൻകുട്ടി, എനിക്കൊരു സംശയം. ഈ ഇളങ്കാറ്റിൽ എങ്ങനെയാടാ തേങ്ങാക്കുലകൾ ആടണേ? ഇത് ഞാൻ കറക്റ്റ് ചെയ്യാത്ത കോപ്പിയാ. അല്ല, കോപ്പിയാ. തേങ്ങാക്കുല ആടുന്നു എന്നല്ല, തേങ്ങാക്കുലയിലാടും. അതെ അതെ, ചെന്തെങ്ങിന്റെ കുലയാണെങ്കിൽ ആടും. എനിക്ക് അനുഭവം ഉണ്ട്. നീ എവിടെ നിന്ന് മോള് വായിക്കുമോ? ഇളം കാറ്റിലെവിടെയോ തേങ്ങാക്കുലകളാടുന്നു. അയ്യോ, കളഞ്ഞല്ലോ. ഈ വർഷത്തെ വയലാർ അവാർഡല്ലേ കിടക്കുന്നത്. എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. ചെന്തെങ്ങിന്റെ കൊലയാണെങ്കിൽ ആടും, ടീൻവിഡിന്റെ കൊലയാണെങ്കിലും ആടും, നടന്നീങ്ങിന്റെ കൊലയാണെങ്കിൽ ആടില്ല. ഞാൻ സമ്മതിക്കില്ല. ഇയാളോട് ചോദിച്ചാൽ പുഴയെ ചാടി ആത്മഹത്യ ചെയ്യാൻ വന്നവരാണോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, നിന്ന് പരിഗണന കണ്ടോണ്ട് ചോദിച്ചതാണ്. ഞങ്ങൾ അതിനൊന്നും വന്നവരല്ല, വാടകയ്ക്ക് ഒരു മുറി നോക്കി വന്നതാ. വാടകയ്ക്കും? മന്ത്ലി ആണോ ഡെയിലി ആണോ? അയ്യോ, ഞങ്ങൾക്ക് 1 മണിക്കൂർ നേരത്തേക്ക് മതി. വലിയ വാടകയൊന്നും ഇല്ലാത്ത കുറച്ചേരം സംസാരിച്ചിരിക്കാനാ. ചേട്ടൻ വലിയ സംസാരപ്രിയനാണല്ലേ? ഡെയിലി സംസാരിക്കാറുണ്ടോ? വല്ലപ്പോഴും ഒക്കെ. എനിക്ക് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സഹായിക്കണമെന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ഹോട്ടലെല്ലാം ഭയങ്കര വഴിയുണ്ട്. Walking in the moonlight, I'm thinking of you. നിലാവുള്ള രാത്രിയിൽ നീ എന്നെ പറ്റി ചിന്തിച്ചിരിക്കാണ്. ചിന്തിക്കാൻ പറ്റിയ ഒരു ജന്തു പിശാചുമുറൻ. മറക്കാൻ ശ്രമിക്ക. എല്ലാം മറക്കാൻ ഞാനൊരു സാധനം തരാം. എന്തേത്? ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ചേർത്തിട്ട് ന്യായമായി ചേർത്തിട്ട് ഇതാ ഇങ്ങനെ അടിച്ച് വാള് വെക്കൂലേ? വിസ്കി വിസ്കി. ഈശ്വര, നീ എന്തിനാ അങ്ങോട്ട് നോക്കണ? വണ്ടി അവിടെ ഉണ്ട്.
നീ അടിച്ച് വീലാൻ വേണ്ടി വണ്ടിയുടെ വീലെങ്ങാനും ഒരു വിറ്റ യോ നിന്നാണ് എന്നാണ് വണ്ടിയുടെ ബമ്പർ ബമ്പറിൽ തൊട്ട് സത്യം ചെയ്തിട്ടുണ്ടല്ലോ അടിച്ച് പൊലിഞ്ഞൻ. എവിടെ നടത്? ചരിത്രം പൗരതരം അറിഞ്ഞിട്ട് നീ കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കണ്ട. അതിന്റെ കൂടെ കഴിക്കാൻ വല്ലതും ഉണ്ടോ? കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? കഴിക്കാനൊന്നുമില്ല, വേണമെങ്കിൽ മണക്കാൻ അമൃതാജ്ഞം തരാം. എന്നാ രണ്ടെണ്ണം ഒഴിക്ക്. രണ്ടെണ്ണോ? ഇതാള് തണ്ടറാണേ. അതൊന്നും കുഴപ്പമില്ല. എന്ത് പണ്ടാറില്ല അവിടെ തലക്കടിച്ച് ബോധമില്ലാണ്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാലോ. സ്വസ്ഥ ഉണ്ടാവില്ല. സംഭവം മഹാദേവ. സുന്ദരോ, എന്താടാ വണ്ടിയിലൊരു വെളിച്ചം? അത് മിന്നാമിനിങ് ആയിരിക്കും. മിന്നാമിനിങ്ങിന് ഇത്രയും വെട്ടോ? ചിലപ്പോ അത് ഫാമിലി ആയിട്ട് വന്നിട്ടായിരിക്കും. അവിടെ എന്താ കുടുംബയോഗോ? അവരായി അവരുടെ പാടായി, അവരെന്തെങ്കിലും ചെയ്യട്ടെ. നമ്മളെന്തിനാ അങ്ങോട്ട് നോക്കണത്? സ്ത്രീയടല്ലേ. എന്നാലും എന്റെ വണ്ടിക്കകത്ത് എന്താ നടക്കണമെന്ന് ഞാൻ അറിയണ്ടേ? നീ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പോയാൽ മതി. അരമണിക്കൂർ? അതെന്താ? മൊത്തം 1 മണിക്കൂർ വേണമെന്ന് അവര് പറഞ്ഞതേ. ആര്? ഒരു ഫാമിലി. ഫാമിലി? ഒരാണും പെണ്ണും 1 മണിക്കൂർ നേരത്തേക്ക് അവർക്ക് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയതാ. അതിന്റെ അഡ്വാൻസ് ഉണ്ട് ഇതൊക്കെ വാങ്ങിയത്. ഇത്രയും വിളിച്ചോണ്ടൊക്കെ അവർ നിന്നെ അറിയിക്കുന്നു ഞാൻ അറിഞ്ഞ. ഇറക്കി വിടാ ചെറ്റകളെ. അല്പം നേരത്തേക്കൊന്ന് കണ്ണടച്ചൂടെ? എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായിട്ട് കൊണ്ടു നടക്കുന്ന വണ്ടിയാണെന്ന് എനിക്ക് അറിഞ്ഞൂറാ. ഒരു അരമണിക്കൂർ നേരത്തേക്ക് അച്ഛനെ മറന്നാ നമുക്ക് ബാലൻസ് 100 രൂപ കിട്ടും. നീ പോയി അവരെ ഇറക്കി വിടുന്നത് ഞാൻ ഇവിടെ ചെല്ലണോ? ഈ വണ്ടി കൊണ്ട് നമുക്ക് ആ ഗുണമില്ല. നാട്ടുകാർക്കെങ്കിലും പ്രയോജനം ഉണ്ടാവട്ടെ. ഇതുകൊണ്ട് അടി മേടിക്കാനല്ലാതെ അരി മേടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? 1000 തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള ബസ്സിനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കരുത്. ശവ വണ്ടിയാക്കാൻ പോലും പറ്റാത്ത ഈ പാട്ടയെ ബസ് നീ അല്ലാതെ മറ്റാരും വിളിക്കില്ല. എന്താ നീ പറഞ്ഞ വണ്ടിന്ന്? കല്ലെടുക്കാൻ എങ്ങനെ എറിയൂടാ? താമരാശം പിള്ളേരെ മറ്റേക്കന്നെ അടിച്ചു പോയേ. കൂട്ടുകാരനെ തല്ലാൻ പറ്റാ. നീ മതിൽ ചാടരുത്. എന്നാലും ഏടുതാടാ എന്നാ ഞാനും ചാടും. മിസ്സാകൂടാ, കയ്യിലിരിപ്പതാ. വീട്ടുകാരെ, ഹൗസ് ഓണറെ, പിന്നെ മിസ്സായി. ആരാ ബെല്ലടിച്ച് പഠിപ്പിക്കുന്നത്? ആരില്ലേ? ബെല്ലടിക്ക് പുല്ലാടാ. ഇനി ഇവന്മാരെങ്ങനെ പുറത്തു പോകുന്നു? പോലീസുകാരുടെ അടുത്ത കളി. ഒരു സ്മോൾ ഇങ്ങോട്ട് തന്നെ. സോറി ഇന്ന് കൊല്ലൂടാ. ഇവന്മാരെ കസ്റ്റഡിയിലെടുത്ത കാര്യം. ഹലോ 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 ഹലോ, മൈക്ക് ടെസ്റ്റ് ചെയ്ത് കളിക്കണേ. ഇപ്പൊ ഹലോ എന്ന് പറഞ്ഞ ഞാനാടാ.
അത് കഴിഞ്ഞിട്ട് ഹലോ എന്ന് പറഞ്ഞ ഞാൻ ഹലോ, ഇവിടെ അടി നടക്കേട്. അതിന് വല്ല അടിയാണ് ഇവിടെ നടക്കുന്നത്. ഇത് പോലീസ് സ്റ്റേഷൻ അല്ലേ? പിണ്ണാക്കനുണ്ട് വിലന്നോ? കിലോ 4 രൂപ. പിണ്ണാക്കലടാ, പരുത്തിക്കൊട്ട. പരുത്തിക്കൊട്ട് കാണണമെങ്കിൽ ഇങ്ങനെ വേടാ, കഴിച്ചിടാ. അകത്തേറി കുനിച്ചിരുത്തി കൂമ്പിനടി. ഇരുട്ടാണല്ലോ, കുഴപ്പമില്ല. ലൈറ്റ് ഇട്ടിട്ട് ഇരുട്ടടി അടിക്കാം. സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. അപ്പൂപ്പ ജീവനില്ലാത്തത് ഭാഗ്യാട്ടോ. ഇറങ്ങുമ്പോ എന്നെ കാര്യണ്ട്. ഭാഗ്യം സമയത്തിനെത്തി. നമുക്കെന്താ ഇവിടെ കാര്യം? ഇവിടെ ലെക്ചറാണ് ഈ കുട്ടി. ഇവിടെ നിന്ന സൗകര്യമായിട്ട് കുട്ടിയെ കണ്ടുപിടിച്ചൂടെ? വേണം. താ ഇവിടെ നിന്നാ മതി, ഞാൻ പോയി കണ്ടുപിടിച്ചു. അമ്മാവോ, അമ്മാവോ, ഒരു സോഡാ നാരങ്ങ വെള്ളം എടുക്കട്ടോ? അമ്മാവോ, ഞങ്ങളുടെ കഞ്ഞി പാറ്റ ഇടല്ലേ. ഞങ്ങൾ ഉള്ളോണ്ട് ജീവിച്ചു പൊക്കോട്ടെ. എന്താ കുട്ടി വന്നിട്ടില്ലേ? കുട്ടി മിസ്സാവൂട്ടപ്പോ ഇതുണ്ടാവാൻ പോണത്. താനി ആക്രാന്തം കാണിക്കാതെ നമുക്ക് ആളെ ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് പരിചയപ്പെടാലോ. എന്നെ നമുക്ക് കുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് പരിചയപ്പെടണ്ടോ? ആ മിസ്സായി, ആ കുട്ടി മിസ്സായി. ഒത്തിരി സ്ഥലം തന്നെ കുട്ടികളെ ദേശ സ്ഥലത്ത്. കൺട്രോൾ റൂം, കൺട്രോൾ റൂം. ഇയാള് ഗിഫ്റ്റ് വാങ്ങിട്ട് പോവും. അമ്മാവോ, അമ്മാവോ, ഏരിയ വളരെ മോശമാ. അമ്മ ഇവിടെ കിടന്ന് അധികം ഷൈൻ ചെയ്യണ്ട, സമയം കളയാതെ വീട്ടിൽ പോകാൻ നോക്കി. ചെല്ല്. ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതെ, ജാതകവശായി എനിക്കിപ്പോ ശുക്രദശയായി. എന്തു വന്നാലും അതൊക്കെ ശുക്രൻ തട്ടി മാറ്റിക്കോളും. വണ്ടിയിലോട്ട് കയറാൻ, വണ്ടിയോട്ട് കയറാൻ. അതൊക്കെ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാൽ മതി. അങ്ങോട്ട് ചെല്ലി പോണോ? വണ്ടി വിട. എന്താണോ പേര്? എന്റെ പേര് നാരായണൻ. തന്റെ പേര് ഞാൻ ചോദിച്ചില്ലല്ലോ. വെറും മേനോനാ? അല്ല, കൃഷ്ണൻകുട്ടി മേനോൻ. തന്നോട് പറയാൻ പറഞ്ഞില്ലല്ലോ. എന്റെ പേര് പറയരുതെന്നല്ലേ മേഡം പറഞ്ഞത്? അതുകൊണ്ടാണ് ഞാൻ അയാളുടെ പേര് പറഞ്ഞത്. എന്റെ പേര് വേണമെങ്കിൽ അയാൾ പറഞ്ഞോട്ടെ. അയ്യോ, കുറെ നേരമായിട്ട് തന്നെ ഓവർ സ്മാർട്ട് കളിക്കുകയാണല്ലോ. താനാണല്ലോ സർക്കസ് മാനേരോ? തന്റെ വട്ട പൊട്ടും സ്യൂട്ടും അഴിടോ, അഴി ഊരം അഴിക്കേ. കൃഷ്ണൻകുട്ടി മേനോൻ. ലീലാമ്മ എഴുതിക്കോ, കൃഷ്ണൻകുട്ടി മേനോൻ. പിന്നെ നിങ്ങളുടെ വീട്ടിലാരൊക്കെയുണ്ട്? എന്താ കാണിക്കുന്നേ? ഇടോ. അല്ല, മേഡം പറഞ്ഞില്ലേ ഇതായിരിക്കാം. തന്നോട് ഞാൻ പാന്റ് ഇടാൻ പറഞ്ഞോ? ഇടോ അത്. വൃത്തികെട്ട. ഞാൻ എന്താ ചോദിച്ചേ? വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന്. അമ്മൂമ്മയുടെ ഒരു ഉത്തരം തന്നോട് ഞാൻ ചോദിച്ചോടോ?
ഏയ് വീട്ടിലാരൊക്കെ ഉണ്ട്? എനിക്ക് 2 ആമക്കളാണ്. നിങ്ങളുടെ വൈഫ്? വൈഫ് മരിച്ചുപോയി. ഓ, എത്ര വർഷമായി? 24 വർഷമായി. 24 വർഷം. ഇളമേ, 24 വർഷമായി വിഭാര്യനായി കഴിയുന്ന ആളാണ്. അപ്പൊ ഇയാൾ പൂവാലനായതിൽ അത്ഭുതമില്ല. ഈ കപ്പ എവിടുന്ന് കിട്ടിയത്? താനോ? ഞാൻ ബാച്ചിലറാ. കല്യാണം കഴിച്ചിട്ടില്ല? എന്താ കല്യാണം കഴിച്ചിട്ടില്ലേന്ന്? കല്യാണം കഴിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണോ ബാച്ചിലർ ആകുന്നത്? വൈഫ് എന്നെ ഉപേക്ഷിച്ചു പോയി. അപ്പൊ ഞാൻ അവരെ ഡൈവേഴ്സ് ചെയ്തു. മിടുക്കൻ. കുട്ടികൾ? അതിനുള്ള ടൈം കിട്ടില്ല. അപ്പോഴേക്കും അവര് പോയില്ലേ. ഒരു സ്ത്രീ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട എന്നിട്ടിപ്പോ അവരെവിടെ? എന്നെ കൊണ്ട് താൻ ഈർക്കിൽ എടുപ്പിക്കും. ലീലമ്മേ, എഫ്ഐആർ എഴുതിക്കോ. എക്സ്ക്യൂസ് മീ, എസ് ഐ ഉണ്ടോ? ഉണ്ട്. അകത്ത് 2 പ്രതികളെ ചോദ്യം ചെയ്തോണ്ടിരിക്കുക. ഓ അത് ശരി. ആരോടത്തെ എസ് ഐ? മറിയാമ്മ സാറാ. ഓ മറിയാം. അല്ല അവരാര് പറഞ്ഞ കേക്കും? ആര് പറഞ്ഞാലും കേൾക്കും. മാഡത്തിന് ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. ഭർത്താവിന്റെ പരസ്ത്രീ സംസർഗം മൂലം ആത്മഹത്യ ചെയ്യപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന സ്ത്രീയുടെ ഭർത്താവായ പി കൃഷ്ണൻകുട്ടി മേനോനുമാണ് ഈ കേസിലെ മുഖ്യ പ്രതികൾ. നിഷ്കളങ്കയും നിർധനയുമായ 14 വയസ്സുകാരി ബാലികയെ ക്രൂരമായ ശാരീരിക പീഡനങ്ങൾക്ക് വിധേയയാക്കിയ ഈ പ്രതികൾ. ആരാ? എന്താ വേണ്ടേ? ഒരു മിനിറ്റ് യൂസ് ചെയ്യും. ആക്ച്വലി ഐ മീൻ എന്താണോന്ന് പരുകുന്നേ? തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അയ്യോ, ഞാൻ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറുന്നേ. പവൻ കെ മേനോൻ. പക്ഷേ എന്നെ എങ്ങനെ മനസ്സിലായി? അറിയാമയാടോ. താൻ പണ്ടേ എസ്.എൻ. കോളേജിൽ പഠിച്ചിരുന്നപ്പോ അവിടെ ഫൈനൽ ഇയർ BSc പഠിച്ചിരുന്ന മറിയാമ്മ. ഓ, മറിയാമ്മ തോമസ്. ഫിസിക്സ് പ്രൊഫസർക്ക് ലവ് ലെറ്റർ കൊടുത്തതിന് അങ്ങേരുടെ ഭാര്യ ഓടിച്ചിട്ടല്ലേ? ആരോടും പറയില്ല. സോറി, കിളവൻ കേട്ട് ഞാൻ കണ്ട ഇമോഷൻ. അല്ല, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത മറിയാമ്മ അവസാനം വെറും പോലീസായി തീരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓരോരോ സാഹചര്യങ്ങളല്ലേ പവൻ മനുഷ്യനെ പോലീസുകാരാക്കി മാറ്റുന്നത്. അല്ല, താൻ എന്താ ഇവിടെ? എന്തെങ്കിലും പരാതി ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഇടിച്ചവന്റെ പരിപ്പ് ഞാൻ ഇളക്കി തരാം. അയ്യോ, എനിക്കതിന് പരാതിയൊന്നുമില്ല. ഞാൻ ഇവരെ ഇറക്കാൻ വന്നതാ. ഇവരോ? ഈ പൂവാലൻ അമ്മാവന്മാരോ? ഇവരാരാ? തന്റെ റിലേറ്റീവ്സാ? അയ്യേ, എന്റെ ആരുമല്ല. പിന്നെ അങ്ങേരെ എന്റെ വീട്ടിലെ ഒരു അടുക്കളയിലെ ഒരു കുക്ക. ഏതാ? താടിക്കാരനോ? രാവിലെ പച്ചക്കറി വാങ്ങിക്കാൻ വന്ന. പിന്നീട് അന്വേഷിച്ചപ്പോഴാ ലോക്കപ്പിലെ പോലീസിലാണ്. അപ്പൊ പൊട്ടനോ? ആളെനിക്കറിയില്ലേ. സാറിന് എന്നെ ഓർമ്മയില്ല. ഇയാളാ വീട്ടില് പറമ്പില് പശുവിനെ പുല്ലിരിക്കണൊക്കെ വരണുണ്ട്. കഷ്ടം. അയ്യോ, എഫ്ഐആർ എഴുതിയ ശേഷം ഇവരെ എങ്ങനെയാ വിടുക? അല്ല, ആ കുക്കിനെ മാത്രം ഒന്ന് വിട്ടുകിട്ടിയ വീട്ടില് ചപ്പാത്തി ഇഷ്ടം ഒക്കെ ഉണ്ടാക്കാൻ ആളില്ലാണ്ട് അച്ഛൻ കാത്തിരിക്ക. ആ കുക്കനെ കൊണ്ടുപോകും. മറ്റേ പൊട്ടനെ തട്ടി അകത്തിട്ടേക്കട്ടാ. അത്രയ്ക്കൊന്നും വേണ്ട. ഒരു 10-200 ഏത്തൊക്കെ ഇടിപ്പിച്ച് തലയും കുത്തിർത്തി കണ്ണിൽ മുളകൊടി ഇട്ടാ മതി. ഓക്കെ, ശരി. ഇനി തന്നെ ആ കോളേജിന്റെ പരിസരത്തെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ പൊക്കോ. ഞാനുണ്ട്. 1 2 3 തന്നോട് ആരാ ഏത്തോടാൻ പറഞ്ഞു? അല്ല, വേഗം ഏത്തിട്ടുണ്ടെങ്കിൽ ആ വണ്ടിക്ക് പോവാലോ. ഞങ്ങളുടെ വണ്ടിയിലല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. തിരിച്ച് ആംബുലൻസിൽ വീട്ടിൽ എത്തിച്ചേക്കാം. തുടങ്ങിക്കോ. നടന്നോട്ടെ. പെങ്ങളെ, നമ്മളെ എവിടെ വെച്ച എണ്ണ നിർത്തിയേ? ഞാൻ എണ്ണിയില്ല. എണ്ണില്ല അല്ലേ? നമുക്ക് ആദ്യം മുതിയും തുടങ്ങാം. 1 2 3. മിസ്റ്റർ സ്വീകരിക്കാൻ നമ്മൾ ചെല്ലാത്തോണ്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടാവുമോ? സംശയം ഉണ്ടായാലും കുഴപ്പമില്ല. അങ്ങോട്ട് ചെന്ന് എസ്കോട്ട് വന്ന വല്ല പോലീസുകാരൻ വായിച്ചെന്ന് വെട്ടാ പോയില്ലേ? അതും ശരിയാണ്. എന്റെ ഈശ്വര, ഈ കോമ്പൗണ്ടിനകത്ത് ഒരു പോലീസുകാരൻ കയറില്ലേ? എക്സ്ക്യൂസ് മീ. നമ്മളിവിടെ ഉള്ള കാര്യം ഏത് തെണ്ടിയോടെ ഇയാളോട് പറഞ്ഞു? നീയാണോ? മിസ്റ്റർ ഡാനിയൽ, ഇപ്പോഴാ കിട്ടിയത്. ഇത് മിസ്റ്റർ ഭദ്രംപിള്ള. രുദ്രംപിള്ള. സോറി, രുദ്രംപിള്ള, പോലീസ് കോൺസ്റ്റബിളാ. അറിയാം. എങ്ങനെ അറിയാം? മുഖവും മീശയും കണ്ടാൽ അറിയാലോ സാർ ഒരു പോലീസുകാരനാണെന്ന്. 2 ദിവസത്തേക്ക് മിസ്റ്റർ രുദ്രംപിള്ള ഡാനിയലിന്റെ റൂമിലായിരിക്കും താമസിക്കുക. അയാള് സമ്മതിച്ചു. അത് വേണോ? സാറിന് ബുദ്ധിമുട്ടാവില്ലേ? അയ്യോ, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഈ തറയിൽ കിടന്നോളാം. നിങ്ങൾ ഒരു കാര്യത്തിലും ഞാൻ ശല്യപ്പെടുത്തുകയില്ല. ഞാൻ ഇവിടെ നിന്നിരുന്നോട്ടെ. ഞങ്ങളെ കിടത്താതിരുന്നാ മതി. അയ്യോ, എനിക്കിപ്പോ കിടക്കണമെന്നൊന്നുമില്ല. ഞാനേ കിടക്കുമ്പം നേരം വിളിക്കും. അല്ല, സാറന്മാരെ പരിചയപ്പെട്ടില്ലല്ലോ. പിടിച്ചു.
അല്ല KP നായർ സീ ഫുഡ് എക്സ്പോർട്ടറാ. ഞാൻ പറഞ്ഞതാ ഡാനിയൽ എം. ടി. ഞങ്ങളുടെ ബിസിനസ് പ്രോബ്ലംസ് കാരണം ഒന്ന് റിലാക്സ് ചെയ്യാൻ വന്നതാ. എനിക്കങ്ങനെ ഒരു ഭാഗ്യമില്ല സാറേ. ഞാൻ കഷ്ടകാലം പിടിച്ച ഗതികെട്ട ഒരു പോലീസുകാരനാ. അതെന്താ മിസ്റ്റർ രുദ്രപിള്ളേ? 2 കള്ള തിരുമാലികൾ കാരണം ഞാനിപ്പോ സസ്പെൻഷനില്ല. അവന്മാരെ തേടി ഇറങ്ങിയതാ ഞാൻ. ആ വേന്ദ്രന്മാരെ ഏത് രൂപത്തിൽ ഏത് ഭാവത്തിൽ എവിടെ വെച്ച് കണ്ടാലും ഞാൻ പിടിച്ചിരിക്കും. അവന്മാരെയും കൊണ്ട് ഈ രുദ്രൻപിള്ള ഇവിടുന്ന് മടങ്ങും. സാഹചര്യം മൂലം അതിന്റെ സമ്മർദ്ദം കൊണ്ട് കള്ളന്മാരായി പോയ 2 ചെറുപ്പക്കാർ. അവർക്ക് മാപ്പ് കൊടുത്തുകൂടാ മിസ്റ്റർ രുദ്രപിള്ള? മാപ്പ് കൊടുക്കണോ? അല്ല രുദ്രപിള്ള മിസ്റ്റർ, ഇതിലും വരെ എത്ര കേസുകൾ ഈ പോലീസുകാർ പണം വാങ്ങി തേച്ചു വച്ചു കളയുന്നു. അങ്ങനെ ഒരു പോലീസുകാരനല്ല ഞാൻ. എന്റെ പ്രൊമോഷൻ പോയി പോട്ടെ, ഇപ്പൊ ജോലിയും പോകും. എന്നെ പെരുവഴിയിലാക്കിയിട്ട് രക്ഷപ്പെട്ട അവന്മാരെ വെറുതെ വിടില്ല ഞാൻ. പഴങ്കാന അവന്മാരെ എന്റെ കൈ കിട്ടിയാ ഞാൻ ഇത് ക്ഷമിക്കണം, ഞാൻ സ്വപ്പം മോഷണലായി പോയി. സാരമില്ല രുദ്രപിള്ള, യാത്ര ചെയ്ത് ക്ഷീണിച്ചല്ലേ, പോയൊന്ന് കുളിക്ക്, ഒന്ന് ബസ്സായിട്ട് വരും. ചൂടൊക്കെ ഒന്ന് ഇറങ്ങട്ടെ, നല്ല അസല് ചൂടുകളുണ്ട്. പോയി കുളിക്ക. എവിടെയാ കുളിമുറി? പോയിക്കോളൂ. ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. എനിക്ക് മനസ്സിലായി, ഞാൻ വഹിക്കൊള്ളാത്തൊരു പോലീസുകാരനാണെന്നും അവന്മാരെ പിടിക്കാൻ കെൽപ്പില്ലാത്തവനുമാണെന്നല്ലേ സാർമാർ രഹസ്യം പറഞ്ഞത്? ഞാനിവിടെ ഒരു അന്വേഷണത്തിന് വന്ന കാര്യം നമ്മൾ 3 പേരും അല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല. ഈശ്വര, ഇത് ഇയാളുടെ അവസാനത്തെ കുളി ആയിരിക്കണേ. അയ്യോ, എന്നെ ആൾമാരായിട്ട് എന്ത് പറ്റി? അവനെ കൊല്ലണം, അല്ലെങ്കിൽ തന്നെ എന്താ പറ്റിയത് പറയൂ. മിസ്റ്റർ നായർ, രാവിലെ കോശി വീശി തുടങ്ങിയോ? രാവും പകലൊക്കെ ഉണ്ടാക്കണ സൂര്യനും ചന്ദ്രനും അല്ലേ കോശി വീശി? കോശി വീണ വേദന കാരണം ഞാൻ വീണ വായന എന്ന് കേട്ടിട്ടുണ്ട്, വീണ വേദന എന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ബസന്തിക്ക് ഇഷ്ടായില്ലെന്ന് തോന്നുന്നു. അതിന് ഞാൻ ബസന്തിക്ക് കൊടുത്തില്ലല്ലോ. അതല്ല, ഞാൻ ഇങ്ങനത്തെ ഒരു ചീപ്പ് സെറ്റപ്പിൽ ഇരിക്കുന്നത് ആ കുട്ടിക്ക് ഒരു അപ്പൊ എന്റെ കാര്യോ? ബസന്തിക്ക് ഞാൻ കോള കൊടുത്ത് കൂളാക്കാം. എനിക്കിപ്പൊ നിങ്ങളുടെ കീഴിൽ പണിയെടുക്കേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ എന്റെ കുടുംബം പട്ടിണിയെടുക്കണമെന്ന് വിചാരിച്ചിട്ടാ ഞാനിത് അടിക്കും. കോശി ലേശം ഓവറാ. ഞാൻ ഓവറൊന്നുമല്ല, ഒരു 6 റുപ്യ കഴിച്ചിട്ടുണ്ട്. ബസന്തിക്ക് ഞാൻ കോള കൊടുത്തിട്ട് ഇപ്പൊ വരാം. മുഴുവൻ തീർത്ത് കളഞ്ഞേക്കല്ലേ. അപ്പൊ ഇത് ഞാൻ അടിക്കും. അങ്ങനെ കഴിക്കല്ലേ എന്റെ കോശി, വെറുതെ എന്തിനാ എങ്ങനെ ലിവർ കളയണേ? എന്താ ഇവിടെ ഒരു കലാപരിപാടി? അത് കുക്കിന് ചെറിയൊരു ട്രീറ്റ്. ഇത് ബസന്തിക്ക്. എന്താ ഇത്? കോള. ഭയങ്കര മേലുവേദന, ഞാനൊന്നും മയങ്ങട്ടെ. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. ടെറസിന്റെ മുകളിലേക്ക് പോവല്ലേ, മുറ്റത്തേക്ക് ഇറങ്ങണ്ട. ഇതാ ഇത് വെച്ചോ, ആവശ്യം ഇതെന്താ യൂറിസ്റ്റ? എന്റെ മോലാളി, ഞാൻ ഈ ടെറസിലേക്കില്ല, വല്ല മറച്ചോട്ടിലും കിടന്നോളാം. അതാ നല്ലത്. ടെറസിന്റെ മുകളിൽ കിടന്നാലും രാവിലെ താഴെ ഉണ്ടാവും. അപ്പൊ പിന്നെ താഴെ കിടക്കുന്നല്ലേ നല്ലത്. ഞാൻ എവിടെയും കിടന്നോളാം. എന്നാലേ ഞാൻ ആ ടെറസിന്റെ മുകളിൽ കയറി പായ തലോനെ ഇരിക്കട്ടെ. ഇതെന്ത്, ഇത് കോള മാത്രമുള്ള? എടുത്തൊഴിച്ചൂടെ, ദേ ഇരിക്കണു. ഇതെന്താ ഭൂമി കുലുക്കോ? ബസന്തി ഇറങ്ങി. ബസന്തി കോള മാറിപ്പോയടാ. നേരെ ആ വണ്ടിയുടെ പുറകു വിട്ടോ. വേഗം പോ. നോക്കണേ, വിടുന്നു. അടുപ്പിക്കേ. പിടിപോട്ടെ. പിടിച്ചിരുന്നോ?
പോയേ. വേഗം വിട്. ആ, ഞാൻ ഈ വണ്ടിയിലേക്ക് ട്രാൻസ്ഫർ ആയേ. അയ്യോ കോശിയല്ലേ ഇത്? ഈശ്വര, കോയമ്പത്തൂർ നോൺ സ്റ്റോപ്പ് ഫാസ്റ്റ് പാസഞ്ചർ. അയ്യോ, ഇത് ഇനി കോയമ്പത്തൂരെ നിർത്തൂ. പോയത് പോട്ടെ, നമുക്ക് നമ്മളെ വണ്ടി പിടിക്കാം. വാ. ഒന്ന് വേഗം വിടറോ. എന്തൊരു സ്പീഡാണ് ഇത് കേൾക്കുന്നത്. ഹലോ ബൈക്കേട്ടാ, ഒരു മിനിറ്റ്. സുന്ദര, നീ പുറകെ പോട്ടെ പോട്ടെ. ഏയ്, സുന്ദര, ഹലോ എടോ, അങ്ങോട്ട് വേണം. ഞാൻ ഇങ്ങോട്ടാ. കൊണ്ടോളൂ. ഏയ് നിർത്ത്. ഞാനാ ഉണ്ണി. അപ്പൊ പിന്നെ ഞാനാരാ? ഇത് ഞാനാ സുന്ദരൻ. ഇതെന്തേത്? ഞാനൊരു ബൈക്കിന്റെ പുറകെ കയറി ടാങ്ക് ചെയ്ത് പോയില്ലേ, അതൊരു ചാണാക്കുഴിയിലേക്കായിരുന്നു. ഇതെന്താ മൂക്കിൽ പഞ്ഞി? ഇത് സ്മെല്ലടിക്കാതിരിക്കാനാ. നമ്മുടെ ബസ് അവിടെ. ചേട്ടാ നിന്നാ ചായ കുടിച്ചിട്ട് പോകാം. ഇന്നെന്താ കാലത്ത് പരിപാടി? ഇതുവരെ ഒന്നും ഒത്തില്ല. തമ്പിയണ്ണ ഒരു കോൾ കൊടുത്തിട്ടുണ്ട്. കോളോ? മിണ്ടാതെ നിക്കണം, ഇപ്പൊ കാണിച്ചു തരാം. ഞാനപ്പാനെ ഉണ്ടോ? പൂന്താനത്തിന്റെ ഞാനപ്പാനെ? അതൊക്കെ പാർക്ക് വേണം സാർ. വല്ല നോവലോ കഥ വെച്ചാ തരാം. ഇതിന്റെ രണ്ടാം മോളി ഉണ്ടോ? ഔട്ട് ഓഫ് ഉണ്ടാ, സ്റ്റോക്ക് ഇല്ല. പിന്നെ എന്താ ഇവിടെ ഉള്ളേ? CID മൂസ. ആഹാ, ഇതെന്തത്? മനോഹരമായ ഒരു മാരുതി കാർ, ഒരു ഒന്നാം സമ്മാനം, ലക്ഷക്കണക്കിന് രൂപയുടെ ആയിരക്കണക്കിന് ആകർഷണീയങ്ങളെ സമ്മാനങ്ങൾ കേരളത്തിന്റെ പരമ്പരകൾ ഉത്തരവാദിത്തം അംഗീകൃതമായി എന്റെ കോലുണ്ടോ? എന്തു കോല്? ചെണ്ടക്കോലേ? തമ്പിയണ്ണ, ഈ കുരങ്ങൻ എന്താ വില? 6 രൂപ. ഈ കുരങ്ങൻ ചെണ്ട കൊട്ടു? ചെണ്ട കൊട്ട്? കുരങ്ങനോ? ആ, ചില കുരങ്ങന്മാര് ചെണ്ട കൊട്ടും. ചെണ്ട കുരങ്ങനെ കണ്ടിട്ടില്ലേ? അതെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ത് വെറുതെ വാക്കിനിറങ്ങിയിരിക്കുക? കളിക്കണ്ട. എന്റെ ചെണ്ടക്കോലോടെ? ചെണ്ടക്കോലോ? നിങ്ങൾ ചെണ്ടക്കോലം നിങ്ങളുടെ കൈ കാണും, എന്റെ അടുത്താ. ആറാട്ട് കഴിഞ്ഞ് പോണതിന് മുമ്പ് നീ എന്നെ വെള്ളം കുടിപ്പിക്കുന്ന ആശുനോട് പറഞ്ഞില്ലേ? ആ, അപ്പൊ നീ എന്നെ കേട്ടത് ആണോ? ഞാൻ എടുക്കുന്ന താൻ കണ്ടോ? ദേ, അധികം കളിക്കണ്ട, വേഗം എടുക്ക്. എനിക്ക് കൊട്ടുമ്പോ സമയം ഇന്ന്. പൊയ്ക്കോ. നിന്റെ മോഹം കണ്ടാലറിയാം നീ എവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നീ അപ്പൊ അവിടെ നിന്ന് പറഞ്ഞേ. ചാടിക്കൂടെ? ഇരിക്കില്ല കേട്ടോ. ആ ബ്ലൗസ് പറഞ്ഞേ. ബ്ലൗസ് പറയാനോ? ആ, കൊടയണം. കൊടയൻ. എന്റെ ചെണ്ടക്കോല് എടുക്കാൻ.
എന്താ എടുത്തി ഏട്ടൻ ഇതുവരെ എത്തിയില്ലേ? ഞാൻ കാത്തിരിക്ക. അകത്തിരുന്ന് കാത്തിരുന്നാ പോരെ, പുറത്ത് ഇരുട്ടല്ലേ. അപ്പൊ സുന്ദരേഷ് അതൊന്നും കേട്ടിട്ടില്ല? ഏത്? പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ആ ഭാര്യയാണ് ഈ ഭാര്യന്ന് ഞാൻ അറിഞ്ഞില്ല. ആണോ? തലയില് മുഖത്തും അതും ഇതൊക്കെ വെളുക്കാൻ തേച്ച് വട്ടായി പോയിന്നാ തോന്നണേ. പാവൻ ചേട്ടൻ. ഇന്ന് പകലൊന്നും നിന്നെ ഇങ്ങോട്ട് കണ്ടില്ല. വന്നാലും കുഴപ്പം, വന്നില്ലെങ്കിലും കുഴപ്പം. അല്ല, 7:30 മണിക്ക് കട അടച്ചിട്ട് നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ പള്ളിമുക്ക് വരെ ഒന്ന് പോയി. ഓ, പള്ളിമുക്കി പോയതുകൊണ്ട് കയ്യിൽ ലഡ്ഡു ആയിരിക്കും. ലഡ്ഡു ഒന്നല്ല, കടയിലേക്കുള്ള രസീതൂറ്റിയാ. അമ്മ കാണണ്ട. എന്താ രസീത്? ഞാൻ അമ്മ രസീതൂറ്റി കണ്ടാ ഇങ്ങോട്ട് താടാ. അല്ല അമ്മ കാണണ്ട. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു. തരാനേ. അമ്മ അയ്യേ, പാവ എന്തൊക്കെയോ പറയണു. സംസാരിക്കുന്നത് എനിക്കറിയില്ലായിരുന്നു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കൊന്നും അറിയില്ല. ഫാമിലിയും കുടുംബവും ഒക്കെ താമസിക്കുന്നിടത്ത് ഇങ്ങനത്തെ പാവയായിട്ട്. ആ പാവങ്ങൾ എങ്ങനെയെങ്കിലും കഴിഞ്ഞോട്ടെ. പെര നിറഞ്ഞു നിൽക്കുന്ന സ്ത്രീകളുള്ള വീട്ടാ മോശമായി പോയി. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോ കുരുത്തക്കേട് കാണിച്ചോളൂ. അമ്മയുടെ ശരീരത്തിലെ മുഖത്ത് നോക്കാൻ പറ്റാണ്ടായി. ഇതിനെ ഞാൻ അയ്യോ, കളയല്ലേ കളയല്ലേ. ഇതെന്തെങ്കിലും ആവശ്യം വരൂലേ? ഞാനില്ലാത്ത സമയത്ത് എനിക്ക് വേണ്ടി ഇതായത് ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിനക്ക് തോന്നൂലേ ഇതിന്റെ കൂടെ കളിക്കാൻ ഒരു കുട്ടി, കുട്ടിയുടെ കുട്ടി? അയ്യടാ, കുട്ടിയുടെ കുട്ടി. എപ്പോ വേണമെങ്കിലും പൂട്ടാറായ റേഷൻ കട കൊണ്ടൊരു കൊച്ചിനെ വളർത്താന്നുള്ള വ്യാമോഹമൊന്നും എനിക്കില്ല. എന്നൊരു സ്ഥിര വരുമാനം ഉണ്ടാവുന്നോ അത് കഴിഞ്ഞിട്ടാവാം കുട്ടിയും ചട്ടിയും ഒക്കെ. അയ്യോ, അങ്ങനെ പറയല്ലേ, ദൈവം പൊറത്തില്ലട്ടോ. അമ്മ ചേട്ടനോട് പറഞ്ഞാണോ? നമ്മുടെ കുഞ്ഞിനെ എടുത്ത് കളയല്ലേ. നീ റൊമാൻറ്റിക് അല്ലേട്ടോ. ഈ പട്ടി കാട്ടിന്ന് പട്ടണത്തിലേക്ക് താമസം മാറ്റാന്ന് പറഞ്ഞാലും കേക്കില്ല. ഞാനൊന്ന് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നാളെ എത്രയെന്ന് ശശിയേട്ടൻ വല്ല വിചാരമുണ്ടോ? ഒന്ന് ശരിക്കും പിടി എന്റെ ശശിയേട്ടാ. എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? ഈ രൂപത്തിന് മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് വിചാരിക്കാത്തതല്ലേ എന്റെ സുന്ദരി. സുന്ദരി എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. രാത്രിയാകുമ്പോ യവന സുന്ദരി, നേരം വെളുക്കുമ്പോ കാനന സുന്ദരി. ഒക്കെ ചീത്ത സിനിമകളുടെ പേരുകളാ, എനിക്കറിയാം. അല്ലേലും ഞാൻ ഇത് കേൾക്കണം. കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പോ എന്തൊരു നിറമായിരുന്നു. അയ്യോ, ഒക്കെ പോയി. അതെ, കൂടുതൽ ഡയലോഗ് അടിച്ച് വെളുപ്പിച്ചോണ്ട് നിന്നാ മോർണിംഗ് ഷോ ആരംഭിക്കും. തലയിൽ വെച്ച് കെട്ടിയൊക്കെ മതി. ഒന്ന് ഇറങ്ങണ്ടേ ശാരു? ദാ വരുന്നു, ശശിയേട്ട ഇറങ്ങിക്കോ. രാധാമണി. ചെല്ല്, വിളിക്കുന്നുണ്ട്. അടിപൊളി ആണോ? കള്ളത്തിനും പറയല്ലേ. കള്ളത്തിനല്ല, ഈ സാരി ചേച്ചിക്ക് അസലായിട്ട് ചേരണം. അയ്യോ, എനിക്കും തോന്നി. പോയി വരട്ടെ. രാധേ, പൊട്ട് മാച്ചാണോ? പൊട്ടും കമ്മലും ഒക്കെ മാച്ചാ. അയ്യോ, ഞാൻ റെഡി. നടക്കില്ല. എന്തു പറ്റി? പഞ്ചറായിന്നാ തോന്നണേ. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? പഞ്ചറൊട്ടിക്കണം. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഈ പാട്ട് വേണ്ടി എവിടെയെങ്കിലും കൊണ്ടേ കളാം. മാനവും പോയി, സമയം പോയി, ഇപ്പൊ കാലം പോയി. ഇനി ആ രാധാമണിയുടെ മൂത്ത് ഞാൻ എങ്ങനെ നോക്കും? ഞാൻ പറയണേക്ക്. ശരു, പിന്നെ എനിക്കും ജീവിക്കണ്ടേ. 8ാം ക്ലാസ്സുകാരി ബുള്ളറ്റിന്റെ പുറകെ കയറിയിരുന്ന സിനിമയ്ക്ക് പോകുന്നുണ്ട്. MSc-കാരിയായ നിനക്ക് ടെൻഷൻ ഉണ്ടാവണ്ടെന്ന് കരുതി ഞാൻ തന്നെ കാറ്റൂരി വിട്ടു. നിന്നെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. കഷ്ടം.